ക്ഷീണമുണ്ടാക്കി എന്ന് തോന്നുന്നുണ്ടോ ശ്രീ ടി മധുസൂദനൻ? വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരളം മുന്നോട്ടേക്ക് പോകുന്നത്. വളരെ അഭിമാനകരമായ രീതിയിൽ കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിലപാടുകളുമെല്ലാം വലിയ രീതിയിൽ ജനവിധിയിലേക്ക് എത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഒരുങ്ങി വരുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് വലിയ പ്രയാസമുണ്ടാകും. പാർട്ടിയോ അല്ലതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെന്ന നിലയ്ക്ക് പലരും വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ചിലപ്പോൾ പാർട്ടി പ്രവർത്തകരല്ലാത്തവർ പോലും പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇതുണ്ടാകും. ഒരു തരത്തിലും പതറിപ്പോകരുത് എന്ന് പറയുന്ന അവരുടെ വാക്കുകളാണ് ഞങ്ങളുടെയൊക്കെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്തുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. ഒരു രീതിയിലും ഇത്തരമൊരു വിവാദങ്ങളുടെ മുമ്പിൽ തലകുമ്പിട്ട് നിന്ന് ഏതെങ്കിലും നിലയിൽ പരാജിതനെ പോലെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന സ്ഥിതിയൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം ഞങ്ങളൊക്കെ ഈ നാട്ടിന്റെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, തുറന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു കാര്യവും ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചുവെച്ച് പ്രവർത്തിക്കുന്നവരല്ല. പിന്നെ ഞങ്ങളെന്തിന് ആശങ്കപ്പെടണം, ഭയപ്പെടണം? പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഇന്റർവ്യൂ വരുന്നു. അത് കഴിഞ്ഞ് വിവാദങ്ങളുടെ വലിയ പരമ്പര സൃഷ്ടിക്കുന്നതിന് 3-4 അല്ലെങ്കിൽ അതിനധികം വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ഒരു പുതിയ കാര്യവുമില്ലാതെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെയൊക്കെ പോലുള്ളവർ തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി ഓരോ മാധ്യമ സംവിധാനത്തിന് മുന്നിൽ നിന്ന് പറയാൻ പറ്റില്ല. പാർട്ടി തീരുമാനമനുസരിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഇതെല്ലാം കണ്ടും കൊണ്ടും കേട്ടും മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തിന് മുന്നിൽ ഡോക്ടർ അരുൺകുമാറിന് മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ഏത് ചോദ്യത്തിനോടും എനിക്ക് പ്രതികരിക്കുന്നതിന് യാതൊരു വിഷമവുമില്ല. കാരണം തുറന്ന നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതാണ്. ഈ സമയം നിയമസഭാ സമ്മേളനം നടക്കുന്നു. ഈ നിയമസഭയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ? അപമാനിക്കുന്ന രീതിയിൽ പാർട്ടിയെ തകർക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിയമസഭാ ഇലക്ഷന്റെ എല്ലാ ഒരുക്കങ്ങളും പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജാഥ വരുന്നു. അതിന്റെ എല്ലാം വലിയ ഒരുക്കങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ വളരെ സംഘടിതമായി ബോധപൂർവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ ഉപരി ഞങ്ങളൊക്കെ വളരെ വൈകാരികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ധനരാജിനെ കൊലപ്പെടുത്തിയിട്ടുള്ള ക്രിമിനലുകൾ ഇന്ന് കോടതിയുടെ മുന്നിലാണ്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഏതാണ്ട് ഒരു 10 വർഷം മുമ്പല്ലേ ധനരാജ് കൊല്ലപ്പെടുന്നത്. ജൂലൈ 11 രാത്രി പെരിയാർ മെഡിക്കൽ കോളേജിലെ ആ ഒരു മുറിയിൽ നെഞ്ചൊക്കെ പിളർന്ന് മഴുകൊണ്ടും വാളുകൊണ്ടും വട്ടയിട്ട് ചോര വാർന്ന് ജീവിതത്തിൽ നിന്നും യാത്ര പോയിട്ടുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഖാവിന്റെ ആ ഒരു ഓർമ്മ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. ധനരാജിനെ വെട്ടിക്കൊന്നവർ, ധനരാജിന്റെ പ്രിയപ്പെട്ട പത്നി സജിനിയും അതുപോലെ തന്നെ അമ്മ മാധവി അമ്മയും ഈ കൊലയാളികളെ തിരിച്ചറിഞ്ഞു. അമ്മ, പ്രായമുള്ള മാധവി അമ്മ വളരെ വൈകാരികമായിട്ട് ആ കോടതിയിൽ നിൽക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആ കേസിന്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ശത്രുക്കൾക്ക് ആയുധമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്കും ഒരു ചെറുപ്പക്കാരന്റെ വിയോഗത്തിന്റെ സങ്കടങ്ങളും വേദനകളും ഇപ്പോഴും പേറുന്നവർക്കും അംഗീകരിക്കാൻ പറ്റുക? അപ്പോൾ ഇത് വളരെ സംഘടിതമായി ആസൂത്രിതമായി ശത്രുക്കൾക്ക് ഈ പ്രസ്ഥാനത്തെ, ധനരാജിന്റെ കുടുംബത്തെ, ധനരാജിന്റെ ഓർമ്മകളെ അവരുടെ മുന്നിൽ വെട്ടിക്കീറാൻ ഇട്ടുകൊടുക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. 2016 ജൂലൈ 11 ധനരാജിന്റെ രക്തസാക്ഷിത്വം. എനിക്കറിയാം, താങ്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നൊരു സഖാവാണ്.
കണ്ണൂരിലെ പയ്യന്നൂരിലെ സഖാക്കൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ധൻരാജ്. ധൻരാജിന്റെ മരണശേഷം പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്നും നമുക്കറിയാം. 2 തുടരെ ഉണ്ടാവുന്ന കൊലപാതകങ്ങൾ, അതിന് പാർട്ടി ഉത്തരവാദിത്വം പറയേണ്ടി വരുന്ന സാഹചര്യം, ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് ആക്ഷേപിച്ചവരെ പിന്നീട് കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർ, താങ്കളടക്കമുള്ളവർ അവരെ സംരക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രതിരോധം തീർക്കേണ്ടി വരുന്നു. ഒരേ സമയം നിയമപരമായും അതേസമയം രാഷ്ട്രീയമായും പുറത്ത് കായികമായും എതിരാളികളെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ അന്ന് നമുക്കറിയാം. പക്ഷെ ഇന്നിപ്പോ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം, 1,04,00,000 രൂപ ധനരാജിന്റെ പേരിൽ രക്തസാക്ഷി ഫണ്ടായിട്ട് പിരിച്ചതിൽ 46 ലക്ഷം രൂപ കാണാനില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ പഴയ ഒരു സഹകരണ ബാങ്കിലെ സെക്രട്ടറിയാണ്. ഓഡിറ്റുകളെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ളയാളാണ്. പാർട്ടിക്കുള്ളിൽ ഇത് ചർച്ച ചെയ്യുന്ന സമയത്തും ഇത് ഉണ്ടാവുന്ന സമയത്തും ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നയാളാണ്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരുന്നയാളാണ്. പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ എത്തിയ ആളാണ്. എന്തുകൊണ്ട് അവിശ്വസിക്കണം കുഞ്ഞികൃഷ്ണനെ? 46 ലക്ഷം തിരിമറി നടത്തി കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വകമാറ്റി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ധൻരാജ് ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ വ്യക്തിപരമായ താല്പര്യത്തിനോ പാർട്ടിയുടെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ? ഡോക്ടർ അരുൺ, അങ്ങയുടെ ഈ ഒരു സംശയം ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വളരെ വൈകാരികമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രക്തസാക്ഷി ഫണ്ട് നഷ്ടപ്പെട്ടു, അതിനൊരു കൃത്യമായിട്ട് കാണുന്നില്ല, അതിൽ ഇത്ര ലക്ഷം എവിടെ പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകളിൽ തീർച്ചയായിട്ടും സംശയത്തിന്റെ വലിയ നെടലുണ്ടാവും. പ്രത്യേകിച്ച് രക്തസാക്ഷി ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രക്തസാക്ഷി ഫണ്ട് ജനങ്ങളിൽ നിന്നാകെ പിരിച്ചെടുത്തിട്ടുള്ളൊരു ഫണ്ടല്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ജനങ്ങളോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാത്തത്? ധനരാജിന്റെ കുടുംബം എന്ന് പറയുന്നത് പാർട്ടിയുടെ കുടുംബമാണ്. ധനരാജ് ഈ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഏത് കാര്യത്തിലും ധനരാജ് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് ധനരാജുമായിട്ട് ബന്ധപ്പെടുന്ന കേരളത്തിന്റെ പല കോണുകളിലുള്ളവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ധനരാജും ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്. ആ ധനരാജ് ഒരു രാത്രി നഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം നടക്കുന്നു. ആ കുടുംബം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ വേദന എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം വേദനയാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്, അതിന്റെ തുടർ കാര്യങ്ങൾ ചെയ്യേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? പാർട്ടി ആലോചിച്ചു, ഈ പറയുന്ന സുഹൃത്ത് ഉൾപ്പെടെയുള്ളവരെല്ലാം ഉള്ള കമ്മിറ്റി ആലോചിച്ചു, ഇതെങ്ങനെ ഈ വിഷയങ്ങളെ കൈകാര്യം, സാമ്പത്തികമായിട്ടുള്ള വശം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. വെറും ഒരു ഓഡിറ്റിങ്ങിന്റെ കാര്യമല്ലേ ഇത്? വളരെ വൈകാരികതയിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ഞത്ത് കുത്തുന്നത് പോലെയുള്ള ഒരു ചോദ്യമല്ലേ ഈ ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ അറിയിക്കണം, ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ മാത്രമാണ്. പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്ന സഹകരണ ജീവനക്കാർ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകരാണ്. പാർട്ടിയുടെ ഈ പ്രവർത്തകന്റെ കുടുംബത്തിന് അതിന്റെ തുടർ നടപടിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിച്ചത്. ജനങ്ങളിൽ ഞങ്ങൾ ഒരു നയാ പൈസയും അതിനുവേണ്ടി വാങ്ങിച്ചില്ല. നമ്മുടെ പ്രിയപ്പെട്ട രക്തസാക്ഷിയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആ ഫണ്ട് സമാഹരിച്ചത്. ഒരു നയാ പൈസ പോലും ഒരു വ്യക്തിയും കൈകൊണ്ട് വാങ്ങിച്ചിട്ടല്ല ഈ ഫണ്ടിലേക്ക് എത്തിയത്. കാരണം എല്ലാം ബാങ്കിൽ കൃത്യമായ രീതിയിലുള്ള ബാങ്കിൽ അതിന്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്. അതിൽ നിന്ന് ധനരാജിന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് ആദ്യത്തേത്. കോടിയേരി കൂടി പിണറായിയാണ് ആദ്യത്തെ ഒരു ഇത് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാമത് കോടിയേരിയാണ് ആ ഫണ്ട് വിതരണം ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ഞങ്ങളിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അന്നും പാർട്ടിക്കെതിരായിട്ട് ബോംബേറും പാർട്ടി പ്രവർത്തകരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ഈ കുന്നരുവിന്റെ ധനരാജിന്റെ വീട് നിൽക്കുന്നതിന്റെ കുറെ അപ്പുറത്ത് നടക്കുകയുണ്ടായി. ഞങ്ങൾ അന്നും ആ ബോംബുകളൊക്കെ വീണ് ഇങ്ങനെ ഇതാവുന്നതിന്റെ ഇടയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം, സജിനിയുടെ ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, 2 മക്കളാണ്, വിവേകാനന്ദും വിദ്യാനന്ദും ധനരാജിന്റെ. ആ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും ഉറപ്പുവരുത്തേണ്ട കാര്യം, അവർക്ക് അടച്ചുറപ്പുള്ള നല്ലൊരു വീട് നിർമ്മിച്ച് നൽകണമെന്നുള്ള കാര്യം, ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫണ്ടിന്റെ ഇങ്ങനെ ഞങ്ങളുടെ ഈ പാർട്ടി പ്രവർത്തകർ സമാഹരിച്ചിട്ടുള്ള തുക ആരുടെയും മുന്നിൽ ഞങ്ങളത് അവതരിപ്പിക്കേണ്ട. കാരണം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ കണക്ക് വളരെ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊന്നും പാർട്ടിയിലൊരു സംശയമില്ല. പിന്നെ ഈ കണക്ക് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
പല സംശയങ്ങളും അതിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സ്ഥാപിതമായ ചില ഉദ്ദേശങ്ങൾ, താല്പര്യങ്ങൾ ഉള്ളവർക്ക് അത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാതെ അവർക്കത് വേണ്ടിവരും. ഞങ്ങൾക്കതിലൊരു സംശയമില്ല. മൂന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കണം, അവർക്ക് വീട് വെച്ചു കൊടുക്കണം. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ കേസ് കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ധനരാജിന്റെ കൊലയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൂടി അണിനിരത്തിക്കൊണ്ട് ആ കേസിന്റെ പിന്നിലാണ് പാർട്ടി നേതൃത്വമാകെ. അതിന്റെ മറ്റ് കേസുകളൊക്കെ വരുന്നു. പാർട്ടി പ്രവർത്തകർ പ്രതികളായിട്ടുള്ള കേസുകളൊക്കെ വിചാരണയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് കൂടി കണ്ടുകൊണ്ടാണ് അന്ന് പാർട്ടി പ്രവർത്തകർ, ഓരോ പാർട്ടി പ്രവർത്തകനും അവരുടെ കഴിവിനനുസരിച്ച്, അവരുടെ ശേഷിക്കനുസരിച്ച് ആ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തത്. അതെല്ലാം ബാങ്ക് ത്രൂ ഉള്ളതാണ്. ഒരു നയാ പൈസയുടെ ഒരു സംശയം അതിലില്ല. ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. പക്ഷേ ഇത് അവതരിപ്പിക്കാം ഇങ്ങനെ ഇത്ര കാണാതായിരിക്കുന്നു. ക്രമീകരണങ്ങളൊക്കെ അതല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിന് പാർട്ടിക്കുള്ളൊരു സംവിധാനമില്ലേ? ഒരു വ്യക്തി ടി.ഐ. മധുസൂദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഫണ്ടെടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ പാർട്ടി എന്ന് പറയുന്നത് ഒറ്റയാനിസമുള്ള പാർട്ടിയാണ്. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരാളെ വേട്ടയാടണം, ക്രൂരമായിട്ട് വേട്ടയാടണം എന്നുള്ളതുകൊണ്ട് എന്തും പറയാം എന്നുള്ള മട്ടിലേക്കല്ലേ എത്തുന്നത്? ഇങ്ങനെ വ്യക്തിഹത്യക്ക് ഈ മാധ്യമങ്ങളൊക്കെ നിന്നുകൊടുക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ശരിയുണ്ടതിൽ നിങ്ങൾ ആലോചിക്കണം. ഞാൻ വ്യക്തിപരമായിട്ട് ഇതിന്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ കുടുംബം വിശേഷിച്ചു ഞങ്ങളതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളത് എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കറിയാം, ഞങ്ങളൊക്കെ ഒരു കുടുംബമുള്ളവരല്ലേ. എന്റെ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ ഉള്ളതുപോലെ തന്നെയാണ് ധനരാജന്റെ നഷ്ടവും എനിക്ക്. രക്തസാക്ഷിയുടെ ഫണ്ട് ഒരാൾ ദുരുപയോഗം ചെയ്തു എന്നതിനേക്കാൾ വലിയ ആക്ഷേപമില്ല. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കേൾക്കാവുന്നതിന്റെ പരമാവധിയാണ് എന്നതെനിക്കറിയാം. അതുകൊണ്ടാണ് അത് വൈകാരികമാണ്. താങ്കളുടെ കുടുംബത്തിൽ അത്തരം ചില നഷ്ടങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യം കൂടിയാണ്. പക്ഷെ മധുസൂദനൻ, ഇങ്ങനൊരു ആരോപണം ഉയരുമ്പോൾ ഇപ്പോൾ ഇതൊരു നിവൃത്തികേടാണ്. ആ കുടുംബത്തിനു വേണ്ടി പാർട്ടി ചെയ്തു കൊടുത്തത് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവുന്നില്ലേ? ഇപ്പോ സജിനിയുടെ കുടുംബത്തിന് ചെയ്തത്, അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്, ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം വിശദീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും, കുഞ്ഞികൃഷ്ണൻ ഒഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും ബോധ്യമായ വിഷയമല്ലേ ശ്രീ മധുസൂദനൻ? തീർച്ചയായിട്ടും വളരെ വിഷമവും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു വൈകാരികമായിട്ട് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചിട്ടും സജിനി, ആ രണ്ട് കുട്ടികൾ, അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ, അവരിപ്പോ ജീവിതത്തിന്റെ എന്നോട് പറഞ്ഞു, അമ്മ രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. അമ്മ ഒരു 3-5 ദിവസം മുമ്പ് ഞാൻ കണ്ടപ്പോൾ എന്നോട് മാധവിയമ്മ പറഞ്ഞു, അവർക്ക് എനിക്ക് അമ്മയെപ്പോലെ ഞാനെപ്പോഴും ചേർത്ത് പിടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠതയെ പോലുള്ളവരാണ്. സജിനി എന്റെ സ്വന്തം പെങ്ങളെ പോലെ ഞങ്ങൾ കാണുന്നവർ. ആ മക്കള് ഞങ്ങളുടെ മക്കളാണ്. നിങ്ങളെ ആലോചിച്ച് നോക്കണം, ആ കുടുംബത്തെ എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്നത്? ആ കേസിന് എന്തിനാ ഇങ്ങനെ ദുർബലപ്പെടുത്തുന്നത്? കണക്കുകൊണ്ട് പല ആളുകൾക്കും കളിക്കാം, ജീവിതം കൊണ്ട് കളിക്കരുത്. ആ ജീവിതം കൊണ്ടുള്ള കളിയാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ക്രൂരമാണ്. കേരളീയ സമൂഹത്തിന് മുന്നിൽ ഒരു കുടുംബത്തെ, ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, ആ കുടുംബത്തെ സ്വന്തം പോലെ കാണുന്ന ഈ പാർട്ടി പ്രവർത്തകരെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? എന്താ ഇതിന്റെ ഉദ്ദേശം? ആരെ നന്നാക്കാനാണ്, ആരെ ഇല്ലാതാക്കാനാണ്? എന്താ കുഞ്ഞികൃഷ്ണന്റെ താല്പര്യം? എനിക്കറിയാം, എന്റെ കുടുംബത്തിനെതിരായിട്ട് ഈ കാര്യങ്ങൾ വന്നത് എപ്പോഴാണ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. എനിക്ക് ഒറ്റ മകളാ, ഒരു മകളേ ഉള്ളൂ എനിക്ക്. എന്റെ ഭാര്യ PSC എഴുതിയിട്ട് ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ ജോലിക്ക് കയറിയിട്ടുള്ള ഒരാൾ. അവൾ ഇന്ന് GSTയുടെ ജോയിന്റ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. എന്റെ മകള് നന്നായിട്ട് പഠിച്ചിട്ട് അവള് ഡോക്ടറായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. ആ മകളുടെ കല്യാണത്തിന്റെ ആലോചനകൾ നടക്കുന്ന സമയത്താണ് മാധ്യമങ്ങൾ നിറയെ ഇയാള് ഫണ്ട് മോഷ്ടാവാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സംഘടിതമായിട്ട് കൊടുത്തത്. അതിന്റെ കുടുംബത്തിനുണ്ടാക്കിയിട്ടുള്ള പ്രശ്നം അത്ര വലുതാണ്. ഇപ്പൊ സജിനിയും കുടുംബവും അനുഭവിക്കുന്നത് പോലെ മറ്റൊരു തലത്തിൽ ഞങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. എന്റെ ഭാര്യാമാതാവ് ഞങ്ങളുടെ കൂടെ താമസം. അവര് ഗസറ്റ് റാങ്കിൽ റിട്ടയർ ചെയ്തിട്ടുള്ളൊരു വളരെ വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. ഈ വാർത്തകളൊക്കെ കണ്ട് ഹൃദയം പൊട്ടിയിട്ടാണ് മരിച്ചത്. ആ കൊലക്ക് ആരുത്തരം പറയും? ഞങ്ങളൊന്നും ഇതുവരെ ആരോടും അത് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കുടുംബം അനുഭവിച്ചിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്.
ഈ സമൂഹത്തിൽ കേരളത്തോടോ ലോകത്തോടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പാർട്ടിയോട് പോലും ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം പാർട്ടിയും ഇത്തരം കാര്യങ്ങളിൽ വലിയ നിലയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി പാർട്ടി വലിയ നിലയിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. ഇതൊന്നും പറയുന്നവർക്ക് ഇതിന്റെ ഒന്നും വിഷമം അറിയില്ല. ഞങ്ങളൊക്കെ ജീവിതം മുഴുവനും കൊടുത്തത് ധനരാജ് കൊല്ലപ്പെടുന്ന ദിവസം, അതിനുശേഷം ഈ കേസിന്റെ കാര്യങ്ങളിൽ പയ്യന്നൂരിൽ പാർട്ടിക്കെതിരായിട്ട് വരുന്ന ഈ അതിക്രമങ്ങളെ ചെറുക്കുന്നതിന് ഒരർത്ഥത്തിൽ ഞങ്ങളൊക്കെ ജീവിതം കൊടുത്തിട്ട് എന്നെ പൊരുതിയുന്നത്. 3, 4, 5 മാസം എന്റെ വീടിന് ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ കാവൽ നിന്നു. കാരണം വീട് ആക്രമിച്ച് ഞങ്ങളെ ഇല്ലാതാക്കും എന്നുള്ള നിലയിൽ വലിയ നിലയിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ എന്നെ സംരക്ഷിച്ച എന്റെ പാർട്ടിയാണ്. രാവും പകലും ഉറക്കൊഴിഞ്ഞിട്ടും ജോലിക്ക് പോവാതെയും പാർട്ടി പ്രവർത്തകർ കാവൽ നിന്നു. പാർട്ടി പയ്യന്നൂരിലെ പാർട്ടി അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി. ഒരു ബുദ്ധിമുട്ടും അറിയാതെ പാർട്ടിയുടെ നേതൃത്വമൊക്കെ ആയിട്ട് നടക്കുന്ന പല ആളുകളും ഇപ്പൊ പലതും പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ മനസ്സിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവര് യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? സങ്കടപ്പെടുകയൊന്നുമല്ല, പൊട്ടിത്തെറിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ ധനരാജിന്റെ കുടുംബം നിങ്ങളുടെ ഈ കണക്കുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിശദീകരണങ്ങളിൽ തൃപ്തരാണോ? അവർ ഈ കുഞ്ഞികൃഷ്ണന്റെ ഈ വെളിപ്പെടുത്തൽ വന്നതിനു ശേഷം കണക്കുകളിൽ എന്തെങ്കിലും സംശയം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് നിങ്ങളോട് സംശയമുണ്ടോ? അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതല്ലേ? ധനരാജിന്റെ അമ്മയ്ക്കും ധനരാജിന്റെ കുടുംബത്തിനും, അതായത് സജിനിക്കും മക്കൾക്കുമെല്ലാം അവർക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്. കാരണം അവർക്കറിയാം ഈ പാർട്ടിയാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. സജിനിക്കറിയാം ആ വീട് നിർമ്മിക്കുന്നതിന് എനിക്കറിയാം. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, വളരെ ഇതായിട്ടുള്ള PWDയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള കരുണാകരൻ നമ്പ്യാർ എന്ന് പറയുന്ന എഞ്ചിനീയർ, ഞാനും അദ്ദേഹവും എല്ലാ ദിവസവും ആ വീട് നിർമ്മിക്കുന്ന സ്ഥലത്ത് പോകും. എന്തുകൊണ്ടാണ്? ആ വീട് അത്രയും നന്നായി അത് എടുത്ത് സജിനിയുടെ കുടുംബത്തിന് കൊടുക്കണമെന്നുള്ള നിലയിൽ. പയ്യന്നൂരിന്റെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ ആ വീട് നിർമ്മിക്കുന്നതിന് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം. ഞങ്ങൾക്കെന്തിനാ ഈ ധനരാജിന്റെ പേരിലുള്ള ഫണ്ട് ആ കുടുംബത്തിന്, അതോടൊപ്പം തന്നെ അവരുടെ സംരക്ഷണത്തിന്, സജിനിയുടെ ഭാവി ജീവിതത്തിന്, ആ കുട്ടികളുടെ ജീവിതത്തിന് ഇനിയും അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് തന്നെയാണ്. വേറൊരാൾക്കും അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളാണ് ആ കുടുംബത്തിന്റെ സംരക്ഷണം, ഞങ്ങളാണ് ആ കുടുംബത്തിന്റെ രക്ഷിതാക്കളായിട്ട് നിൽക്കേണ്ടത്. ഈ പാർട്ടിയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഏത് കാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ ഏറ്റെടുത്തിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. ധനരാജ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ ആ കുടുംബത്തിന് ധനരാജിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണത്തിന്റെ, ധനരാജ് ഇല്ലാതിരിക്കുമ്പോഴും ആ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പാർട്ടി ഏറ്റെടുക്കുക തന്നെയാണ്. അത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഇനി ആ കേസ് നടത്തണം. ആ കേസ് ദുർബലപ്പെടുത്തുന്നതിന് ഈ പ്രതികളെ ഇല്ലാതാക്കുന്നത്, പിന്നെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വരുത്തിവെച്ചിട്ടുള്ള ഇത്തരം പ്രചാരണങ്ങൾ എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കണ്ടേ. ഈ ശത്രുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പണിയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഇന്നിപ്പോ BJPയുടെ നേതാക്കൾ വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർ താങ്കളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2016 സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നു എന്നൊരു ആശങ്കയുണ്ടോ താങ്കൾക്ക്? അന്ന് ഈ ധനരാജ് കൊല്ലപ്പെട്ടതിനു ശേഷം തുടരാക്രമണങ്ങൾ നടന്നതും അതിനെ പ്രതിരോധിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. സംഘർഷഭരിതമായ ദിനങ്ങളായിരുന്നു അന്ന്. ഇപ്പോൾ വീണ്ടും ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ BJP പ്രവർത്തകർ തന്നെ, അതായത് ധനരാജിന്റെ കൊലയാളികളെന്ന് നിങ്ങൾ സംശയിക്കുന്നവർ തന്നെ, അതിനെ ഒത്താശ ചെയ്തിരുന്നു എന്ന് നിങ്ങൾ സംശയിക്കുന്നവർ തന്നെ ഈ വിഷയത്തിൽ താങ്കളുടെ MLA ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് ചെയ്യുക. ഞങ്ങളതിനെ മറ്റൊരു രീതിയിൽ കാണുന്നില്ല. കാരണം ധനരാജിനെ കൊന്നവര് ധനരാജിന്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ നേരെ വരിക, അത് BJPക്കാർ RSSകാര് അവര് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചോട്ടെ, ഞങ്ങൾക്കതിൽ ഒരു വേവലാതിയില്ല. അത് MLA ഓഫീസല്ല, എവിടേക്കും അവർക്ക് വരാം. അത് ജനാധിപത്യമല്ലേ, അവര് പറഞ്ഞോട്ടെ. പക്ഷെ പറയുമ്പോൾ അവര് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതിന്റെ ഒരു ധാർമ്മികതയൊന്നും അവർക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. തെല്ലെങ്കിലും അവർക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിൽ അവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം RSSകാർക്കും BJPക്കാർക്കും നന്നായിട്ടറിയാം, പയ്യന്നൂരിലെ പാർട്ടി കീഴടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെയൊന്നും മുന്നിൽ പയ്യന്നൂരിനെ തകർക്കാൻ, കേരളത്തെ തകർക്കാൻ അവർ അജണ്ടയായിട്ട് തെരഞ്ഞെടുത്ത പയ്യന്നൂരിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത്. ഞങ്ങളതിനൊന്നും കീഴടങ്ങിയിട്ടില്ല. ഒരു തരത്തിലും കീഴടങ്ങാൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. ഏത് പ്രതിസന്ധി വന്നാലും നെഞ്ചുറപ്പോടെ നേരിടുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. അതിനൊക്കെ ഞങ്ങളൊക്കെ ആ പാർട്ടിയുടെ ആ ഒരു രീതിയിലുള്ള
പോരാട്ടത്തിൽ മുന്നിൽ നിന്നിട്ടുണ്ട്. ഇന്ന് നിൽക്കും, നാളെ നിൽക്കും. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു പറയുന്നു, പയ്യന്നൂരിൽ രാഷ്ട്രീയ സംഘർഷമില്ലാത്ത നിലയിൽ എല്ലാവർക്കും സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാവണം. പയ്യന്നൂരിന്റെ രാഷ്ട്രീയ സമാധാനത്തെ തകർക്കാൻ BJP RSS ശ്രമിച്ചാൽ ജനങ്ങൾ അണിനിരത്തി ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഇങ്ങനെയൊക്കെ ഞങ്ങളെയൊക്കെ ദുർബലപ്പെടുത്തുന്നതിന്, ഞങ്ങളുടെയൊക്കെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതിന് പരിശ്രമിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കീഴടങ്ങാൻ മനസ്സില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു ശക്തിക്ക് മുന്നിലും കീഴടങ്ങില്ല, ജനങ്ങൾക്ക് മുന്നിലല്ലാതെ. അത് ഉറപ്പിച്ചിട്ട് പറയാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ മധുസൂദനൻ, ആ കണക്കുകളിലേക്കൊന്ന് തിരിച്ചു വന്നാൽ അതാണല്ലോ ഇപ്പോൾ നമ്മുടെ മുന്നിലെ വിഷയവും. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആ ധൻരാജ് ഫണ്ടിൽ കാണാതെ പോയ 46 ലക്ഷം പാർട്ടിയുടെ മറ്റേതെങ്കിലും ആവശ്യത്തിന്, ഇപ്പോ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ടിലേക്ക് മാറ്റി എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് പാർട്ടിയുടെ സമ്മതത്തോടുകൂടി പിരിച്ചെടുത്ത ഫണ്ട് മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കുകയായിരുന്നു. അത് ഉപയോഗിച്ചതുവഴി ധൻരാജിന്റെ കുടുംബത്തിനോ ധൻരാജിന്റെ ബന്ധുക്കൾക്കോ ഒരു നഷ്ടവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണോ അങ്ങയുടെ നിലപാട്? അതിലൊരു സംശയമില്ലല്ലോ. ധൻരാജിന്റെ കുടുംബത്തിൻ്റെത്, അതുപോലെ തന്നെ അന്ന് നിശ്ചയിച്ചിട്ടുള്ള വീട് നിർമ്മാണം ഒക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു. അതിന്റെ മറ്റൊരു ഭാഗം കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വമാണല്ലോ പാർട്ടി ആലോചിക്കുക. പാർട്ടിയല്ലേ, വ്യക്തിയല്ലല്ലോ. ആരെങ്കിലും തീരുമാനിച്ചിട്ട് ഒരു ഫണ്ട് മാറ്റാനോ ചെയ്യാനോ ക്രമീകരണങ്ങളൊക്കെ പാർട്ടി ആലോചിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. ഈ കേസ് നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിന്റെ എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ മുന്നിലുണ്ട്. പാർട്ടിയുടെ കയ്യിൽ അതിന്റെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. കേസിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയാണ്. വളരെ ഉത്തരവാദപ്പെട്ട സീനിയറായിട്ടുള്ള വക്കീലന്മാരെ വെച്ചുകൊണ്ട് ഈ കേസ് അങ്ങേയറ്റം നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. ഒരു നയാ പൈസ പോലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അതായത് ഈ ക്രമീകരണങ്ങളെല്ലാം അന്ന് പാർട്ടിയിൽ സജീവമായിരുന്ന കുഞ്ഞികൃഷ്ണൻ അറിയാമായിരുന്നതല്ലേ ഈ ഫണ്ടിന്റെ കാര്യത്തിൽ? പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞികൃഷ്ണൻ ഈ സംശയം വന്നത്, ഈ 46 ലക്ഷത്തിന്റെ സംശയം? കുഞ്ഞികൃഷ്ണന് സംശയം, കുഞ്ഞികൃഷ്ണനെ കുറ്റപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലല്ലേ ഇതുവരെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരാളല്ലേ. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിന് മുന്നിൽ ഒന്ന് അംഗീകരിച്ചിട്ട് പോകണം. പാർട്ടി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പാർട്ടി പ്രവർത്തകൻ അംഗീകരിക്കേണ്ടതാണ്. അതൊരു സാമാന്യ മര്യാദയല്ല. ആരെങ്കിലും ചോദിച്ചോ എന്തിനു വേണ്ടിയിട്ടാണിത്? നിങ്ങൾ പാർട്ടി ആകെ അംഗീകരിക്കുമ്പോൾ ഒറ്റയാനായിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ നിൽക്കുന്നത്? പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഒരു നയാ പൈസ ഈ പാർട്ടിയുടെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമ്പോൾ പാർട്ടിക്കാരെല്ലാവരും കൈയും കെട്ടി നോക്കി നിൽക്കും. TM ഹുസൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ ഉണ്ടാവുമോ? CPM അല്ലേ ഇത് പാർട്ടി? ഒരു രൂപയുടെ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തുറന്ന പുസ്തകമാണ് നാട്ടിൽ. ഞങ്ങളൊക്കെ ചുറ്റുപാടുകളും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്കൊന്നും ഒരു രീതിയിലും ഈ നിലക്ക് ഏതെങ്കിലും നിലക്ക് പൈസ ഉണ്ടാക്കി പാർട്ടിയുടെ പൈസ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകേണ്ട നിലയിൽ എന്തൊക്കെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ, നിങ്ങളൊക്കെ ഈ മാധ്യമങ്ങളുടെ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയേണ്ടത് ഇതിനോട്? മനസ്സിലായി. ആര് പൈസ എടുത്തുകൊണ്ട് നമുക്ക് രണ്ടാമത്തേതിലേക്ക് വന്നാൽ ഈ പാർട്ടി എന്ന് പറയുന്നത് എങ്ങനെ? ഇത് CPM അല്ലേ? ഏരിയ കമ്മിറ്റി ഓഫീസ്, നിലവിലൊരു ഏരിയ കമ്മിറ്റി ഓഫീസ് അവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ പുതിയൊരു ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം നടത്തുക, ആ നിർമ്മാണത്തിന്റെ ഭാഗമായി പിരിച്ചെടുത്ത 70 ലക്ഷം രൂപ, കൃത്യമായി പറഞ്ഞാൽ 70,80,000 രൂപയും അതിന്റെ പലിശയായിട്ടുള്ള 85,000 രൂപയും ചേർത്ത് 71 ലക്ഷം രൂപയിലധികം പിരിച്ചെടുത്തത് കണക്കിൽ കാണാനില്ല എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അതിലും ഒരു മിസ്സിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ താങ്കൾ ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒന്ന്, ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ പണം ഉപയോഗിച്ചു, വീട് വെച്ചു കൊടുക്കാൻ, ആ സജിനിക്ക് ജോലി, ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, ഇതെല്ലാം ആ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു. കേസ് നടത്തുന്നു. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ആ ഫണ്ടിൽ നിന്ന് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ക്രമീകരണങ്ങൾ പാർട്ടി അറിഞ്ഞാണ്. അവിടെ ആ വിശദീകരണം നിൽക്കുന്നു. ഇനി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയാൽ, ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്ത 71 ലക്ഷം രൂപയ്ക്ക് കണക്കുകളില്ലേ?
ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടാവുന്നത് ഈ പിന്നെ കുഞ്ഞുകൃഷ്ണൻ പറയട്ടെ എങ്ങനെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസ് നമ്മൾ മാറ്റാൻ തീരുമാനിക്കുന്നുണ്ട്. അതിനൊരു സാഹചര്യമുണ്ട്. പയ്യന്നൂരിലെ കണ്ണൂർ അല്ലെങ്കിൽ കേരളത്തിലെ പല ഭാഗങ്ങളിലും CPM-നെതിരായി വലിയ നിലയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ ക്രിമിനലെന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾ കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെട്ടിട്ടുള്ള ദിവസം പെരുമഴയുള്ള ജൂൺ മാസം ലാസ്റ്റ് CPM-ന്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഗാന്ധി പാർക്കിനോട് ചേർന്ന റോഡിലാണ്. യഥാർത്ഥത്തിൽ റോഡിൽ നിന്ന് നേരെ എടുത്തു വെക്കേണ്ടത് ഓഫീസിലേക്കാണ്. ആ ഓഫീസ് സമ്പൂർണ്ണമായിട്ട് തകർത്തു. ഞങ്ങളുടെ ഓഫീസിൽ 19 പേരുണ്ടായിരുന്നു. അന്ന് ഫോണ് മാത്രമായിരുന്നു ഞങ്ങൾക്ക് ലോകത്തിൽ ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ നേതൃത്വത്തോട് അന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 19 പേരുണ്ട്, ചീമേനിയിൽ നടന്നതുപോലെ ചിലപ്പോൾ ഞങ്ങളെല്ലാവരും ഇല്ലാതാവും. ഏതെങ്കിലും നിലക്ക് പിന്നെ പാർട്ടിക്ക് അന്ന് അവിടെ ആളുകളെ പെട്ടെന്ന് എത്തിച്ചിട്ടൊന്നും ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അന്ന് കണ്ണൂർ SP, ഞാനിപ്പോൾ എന്റെ ഓർമ്മയിലുള്ളത് രാജേഷ് ദിവാനാണ്. അദ്ദേഹം ഈ ഓഫീസൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങളാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 19 പേര്, ഏറ്റവും പ്രായമുള്ളവർ മുതൽ പുതിയ തലമുറക്കാർ വരെ. അന്ന് ആ 19 പേരും അവിടെ ഇല്ലാതാവുന്ന നില ഞങ്ങളൊക്കെ വല്ലാതെ നിലയിൽ ഞങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ വല്ലാതെ നിലയിൽ ഞങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഘട്ടമാണ്. അന്ന് പോലീസ് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ പുറത്തേക്ക് എത്തിക്കും, റോഡിലേക്ക് എത്തിക്കും, പിന്നെ നിങ്ങൾക്ക് സംരക്ഷണം തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളത് അംഗീകരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ പല വഴികളിലൂടെയും പയ്യന്നൂരിന്റെ പല ഭാഗങ്ങളിലേക്കും പോയി. അന്ന് സമ്പൂർണ്ണമായിട്ട് തകർന്നിട്ടുള്ള ആ ഓഫീസ്, അതിൽ പാർട്ടിയുടെ പ്രവർത്തനം സുരക്ഷിതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഗൌരവപൂർവ്വം ചർച്ച ചെയ്യണമെന്ന് പാർട്ടി നിശ്ചയിച്ചു. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഒരു ഘട്ടത്തിൽ ഒരു സ്ഥലത്തിന് അന്നത്തെ പാർട്ടി നേതൃത്വം, ഞങ്ങളൊക്കെ അന്ന് ജൂനിയറാണ്, ആദ്യം ഒരു അഡ്വാൻസ് കൊടുത്തു. അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങളൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്ന് ചുമതലകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അന്ന് മിച്ചം വന്നിട്ടുള്ള തുക കൊണ്ട് 15 സെന്റ് സ്ഥലം ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെതായിരുന്നു. അദ്ദേഹം അത് തരാൻ സമ്മതിച്ചു. ആ സ്ഥലം വാങ്ങിച്ചു. പിന്നീട് അതിന് തൊട്ടുള്ള ഒരു സ്ഥലം, അതിന് തൊട്ട് പിറകിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു. അതിന് മുന്നിൽ പയ്യന്നൂരിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ, അദ്ദേഹം ഒരു ചെറിയ തുണ്ട് ഭൂമി പോലും കൈവശമുള്ളത് മറിച്ചു കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരാളല്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ ബന്ധം, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മകനൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അവരോടൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോമ്പൗണ്ട് ഉണ്ടാവണം ഈ ഓഫീസ് എന്ന നിലയിൽ അതിനുവേണ്ടിയുള്ള സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ ഒരു ഓഫീസ് നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ ആലോചിച്ച് കടന്നു. കോടിയേരി അതിന് തറക്കല്ലിട്ടു. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയി. സാമ്പത്തിക സമാഹരണത്തിന്റെ പല വഴികളും ആലോചിച്ചു. അങ്ങനെയാണ് ഒരു പദ്ധതി പാർട്ടി ആവിഷ്കരിച്ചിട്ട് മുന്നോട്ടേക്ക് പോയത്. ഈ ഘട്ടത്തിൽ നോട്ട് നിരോധനം വന്നു. വലിയ പ്രയാസമായിരുന്നു, പ്രശ്നമായിരുന്നു. ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയുണ്ടായി. അതിൽ ഏതെങ്കിലും നിലക്ക് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനും ഞങ്ങൾ വലിയ നിലയിൽ റെസീറ്റൊക്കെ അടിച്ച് പുറത്തു പോയിട്ട് പിരിച്ചു എന്നുള്ള മട്ടിലൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പയ്യന്നൂരിലെ 8ഓ 9ഓ ബാങ്ക് റിട്ടയർ ഒക്കെ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ആ ഓഫീസിലെ ഈ നിർമ്മാണത്തിന്റെ മുഴുവൻ അക്കൗണ്ടുകളും കാര്യങ്ങളും നിർവഹിച്ചത്. ആർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന. അവരൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളൊക്കെയാണ് ഈ പൈസ എടുത്ത് ഇന്നലെ പറയാ എന്ന് അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാര്യമല്ലേ? നിങ്ങൾ ഇങ്ങനെ ഓരോരോ കാര്യം പറയല്ലേ? ഇനിയിപ്പോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ഷന് പൈസ പിരിച്ചു. ആര്? സ്ഥാനാർത്ഥി മധുസൂദനൻ. ഇലക്ഷനിൽ നമ്മൾ ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമുള്ളത്, ഞാനത് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം 2 സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ നൽകിയ സംഭാവന, ഒരു മാസത്തെ ശമ്പളം, അത് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിരുന്നു. ആ പണം പിരിച്ചത് കാണാനില്ല എന്നുള്ളത് താൻ തന്നെ പലതവണ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ്. അങ്ങനെ ഈ 2 ബാങ്കുകളിലെ ജീവനക്കാരുടെ മുഴുവൻ ശമ്പളത്തിന്റെ വിവരങ്ങൾ കണക്കിൽപ്പെടാതെ പോയിട്ടുണ്ടോ? ഇതാണ് പറയുന്നത്. ഈ തന്നെ ന്യായീകരിക്കുന്നതിന് എന്ത് കളവെന്ന് ഞാൻ പറയുന്നില്ല, എന്തും പറയും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് തന്നെ പയ്യന്നൂരിൽ ഇറങ്ങിയിട്ടൊന്ന് അന്വേഷിക്കുക. ഈ പാർട്ടി ലോക്കൽ കമ്മിറ്റികൾ അവരെങ്ങനെയാണ് ആ ഫണ്ട് സമാഹരിച്ചത്?
ഇത് ഈ പറയുന്ന ഫണ്ടല്ല, ഇദ്ദേഹം പറയുന്ന ഫണ്ടല്ല. അത് ഈ ധനരാജ് ഈ സമയത്ത് നമ്മൾ എല്ലാ ലോക്കലുകളിൽ നിന്നും പൈസ സമാഹരിച്ചു. അതിൽ ഒരു തുക കുന്നരു ലോക്കൽ, ധനരാജിന്റെ കുടുംബം നിൽക്കുന്ന, വീട് നിൽക്കുന്ന, ആ പാർട്ടി നിൽക്കുന്ന സ്ഥലം, ധനരാജിന്റെ ചില കുടുംബപരമായിട്ടുള്ള ചില ബാധ്യതകളും കാര്യങ്ങളും, ബാങ്കിലുള്ള രേഖ എടുക്കണമായിരുന്നു വീട് കെട്ടുന്നതിന്, അതിന്റെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. കുറച്ച് സാമ്പത്തിക ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. കുന്നരൂലെ പാർട്ടിയോട് പാർട്ടി പൈനു ഏരിയ കമ്മിറ്റി പറഞ്ഞു, നിങ്ങൾ ആ കാര്യം നിർവഹിക്കണം. അതിന് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ട് ഈ രേഖയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിന് ഉപയോഗപ്പെടുത്തണം. പാർട്ടി തീരുമാനമാണ്. അവർ തോന്നിയിട്ടോ ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് പറഞ്ഞിട്ടോ അല്ല. കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അത് കൃത്യമായിട്ട് അവർ ചെയ്തു. മറ്റൊരു ലോക്കൽ എന്ന് പറയുന്നത് പെരളം ലോക്കൽ, ഒരു ചെറിയ സ്ഥാപനമാണ്. അവർ പിന്നീട് ആ തുക പാർട്ടിക്ക് നൽകി. ആദ്യഘട്ടത്തിൽ അവർക്ക് അത്രയൊന്നും പിരിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ ഓർമ്മയിലുള്ള കാര്യം. അത് തന്നെയാണ് സത്യം. അവര് പിന്നീട് ആ തുക പാർട്ടിക്ക് അടച്ചു. ആദ്യഘട്ടത്തിൽ ഈ 2 ലോക്കലിനും ഇങ്ങനെ ഒരു ഇളവ് പാർട്ടി കൊടുത്തിരുന്നു. അത് കൃത്യമായിട്ടും പാർട്ടിയുടെ മുന്നിലുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരാൾക്ക് മാത്രം ഇത് അറിയില്ല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. പക്ഷേ അതിലൊരു വീഴ്ച സംഭവിച്ചുവെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട് സാമ്പത്തിക കാര്യമാക്കുന്നത്. അതിന്റെ പേരിൽ അങ്ങേക്കടക്കം നടപടിയുണ്ടായി. അങ്ങേ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് താഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. കുഞ്ഞികൃഷ്ണനെതിരെയും നടപടിയുണ്ടായി. അതാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ആരോപണം ഉന്നയിച്ച എന്നെയും ആരോപണ വിധേയരെയും ഒരേപോലെ കമ്മീഷൻ പുറത്താക്കുന്നു, അത് അന്വേഷിച്ചവർ പുറത്താക്കുന്നു. അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്നതാണ് ചോദ്യം. സത്യത്തിൽ ഞാൻ ഏരിയ സെക്രട്ടറി ആയതിനു ശേഷം ഉള്ള കാര്യങ്ങളാണ്. ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു നടക്കുന്ന ഒരാളല്ല. കാരണം ആരെങ്കിലും അവരാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചില ആൾ പറഞ്ഞു ഞാനൊന്നും അല്ല, ഞാൻ ശുദ്ധനാണ്, ബാക്കിയെല്ലാം മറ്റുള്ളവരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടൊന്നും കൈ കഴുകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി എന്താ പറഞ്ഞത്? സമയത്തിന് ഓഡിറ്റിംഗ് നടത്തി വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണമായിരുന്നു. ആ സമയത്തിന് അത് ചെയ്തില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാർട്ടിക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അന്ന് പാർട്ടി നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ള, ഇതിനുകൊണ്ട് രാവും പകലും പണിയെടുത്തിട്ടുള്ള പ്രവർത്തകരാണ്. പക്ഷെ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ ചെയ്യണം. അതിൽ പാർട്ടി നടപടി എന്ന് പറയുന്നത് എന്താ? കോടിയേരിയുടെ വാക്ക് തന്നെയുണ്ട്. അത് ആരെയും ഇല്ലാതാക്കാനോ ആരെയും നശിപ്പിക്കാനോ അല്ല. ആ തെറ്റുകൾ ബോധ്യപ്പെടുത്തി ഭാവിയിൽ ആവർത്തിക്കാത്ത നിലയിൽ അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു നടപടിയുടെ ഉദ്ദേശം. എന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് മാറ്റി. ഞാനത് സ്വീകരിച്ചു. കാരണം എന്റെ പാർട്ടിയാണല്ലേ, എന്നെ കറക്റ്റ് ചെയ്യേണ്ടത് എന്റെ പാർട്ടിയല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. ഞാൻ വേറെ ഒരു പാർട്ടിയിലേക്കോ ഏതെങ്കിലും മാധ്യമത്തിന്റെ മുന്നിലേക്കോ ഞാൻ പോയിട്ടില്ല. കാരണം എന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്, ഞാനിപ്പോൾ MLA ആവുന്നത് എന്റെ എന്തെങ്കിലും കഴിവും ശേഷിയും കൊണ്ടാണ്, ഈ പാർട്ടിയുടെ തീരുമാനം കൊണ്ടല്ലേ. പാർട്ടിയായിട്ടല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറൊരു ആലോചനയില്ലല്ലോ. ഞങ്ങളൊരു വ്യാപാരം നടത്താൻ എവിടെയും പോയിട്ടില്ലല്ലോ. ഞങ്ങൾ ഏതെങ്കിലും ഒരു നിലയിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടോ? എനിക്കറിയാം, ഞാൻ 250 രൂപ പ്രതിമാസ അലവൻസ് നിശ്ചയിച്ച് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. വെറും 250 രൂപ. ഞാൻ പൈസയുടെ കണക്കൊന്നും കൂട്ടിയിട്ടുള്ള ഒരാളല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് ഞങ്ങളൊക്കെ എങ്ങനെയാണ് കടന്നു വന്ന വഴികളെന്നുള്ളത്. പാർട്ടി തരുന്ന ന്യായമായിട്ടുള്ള കാര്യം. ഞാൻ AKG ആശുപത്രിയുടെ പ്രസിഡന്റായിരുന്നു. 40 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ട് അത് ലാഭത്തിൽ വന്നിട്ടുള്ളൊരു കാലത്താണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള എന്റെ ഒരു ഘട്ടത്തിലാണ് അത് അങ്ങനെ വന്നത്. ഞാനൊരു നയാ പൈസയും അത്തരം സ്ഥാപനത്തിൽ നിന്ന് പാർട്ടി പറയാതെ എടുക്കുന്ന ഒരാവശ്യമില്ലല്ലോ. ഞങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. പയ്യന്നൂർ സഹകരണ ആശുപത്രി പയ്യന്നൂരിലെ അഭിമാന സ്ഥാപനമാണിപ്പോൾ. 500-600ഓളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. 100ഓളം വിധവകൾ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഞാനായിരുന്നു അതിന്റെ ഓണററി സെക്രട്ടറി. ടി ഗോവിന്ദേട്ടൻ MP ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പ്രസിഡന്റായി. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഞങ്ങൾ ഈ പാർട്ടി എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമല്ലേ ഇത്. അതെല്ലാം ഇന്നിപ്പോ അതിന്റെ എല്ലാം കണക്കെടുത്തിട്ട് പണ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു, ഇപ്പൊ ഇങ്ങനെയായിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? ഞങ്ങളെ ശരിയിലേക്ക് കൊണ്ടുവരാനാണ്. ഈ പാർട്ടി തിരുത്താൻ ശ്രമിച്ചു, അതിന്റെ ഭാഗമായി അച്ചടക്ക നടപടി നേരിട്ടു. അതിൽ താങ്കൾക്ക് തെല്ലും വിഷമമില്ല. പാർട്ടിയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അതെല്ലാ പാർട്ടി പ്രവർത്തകരും ഉള്ളതുപോലെ താങ്കളും സ്വീകരിച്ചു. പക്ഷെ അതങ്ങനെ വീഴ്ച വരാനുള്ള കാരണം, അതായത് കൃത്യമായിട്ട് ആ ഓഡിറ്റ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് അത് ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു വീഴ്ച വന്നത് ഏതു സാഹചര്യത്തിലാണ്? അത് കുഞ്ഞികൃഷ്ണൻ പറയുന്നത് വലിയ ഫണ്ട് തട്ടിപ്പിനെ മറച്ചുവെക്കാൻ ഒരു ചെറിയ ന്യായീകരണം കണ്ടെത്തുകയായിരുന്നു ഈ
കൃത്യസമയത്തെ കണക്ക് അവതരിപ്പിച്ചില്ല എന്നുള്ളത് അതൊരു മറയായിരുന്നു എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ കണക്ക് പരിശോധിക്കുന്ന ആളുകളാണ്. ഇയാളെല്ലാം ഇല്ലേ ഈ കമ്മിറ്റിയിലും ഇതിന്റെ പ്രവർത്തനങ്ങളിലും അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അന്ന് ഇദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഈ കണക്ക് പരിശോധിക്കുന്നതിൽ ഇദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ? ആ പാർട്ടി കമ്മിറ്റിയിൽ എത്ര പേര് ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2018 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫണ്ട് സമാഹരണ പ്രവർത്തനം ഒരു സമ്മാന പദ്ധതിയായിട്ട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി നടത്തിയിരുന്നു. 2018 വരെയാണ്. അതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും 2018 കഴിയണം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നോട്ട് നിരോധനത്തിന്റെ വലിയ പ്രശ്നങ്ങൾ 2016 അവസാനമാണല്ലോ, 17 മുതൽ അങ്ങോട്ടേക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ആ കണക്കുകളൊക്കെ ക്രമീകരിച്ച് കൊണ്ടുവരുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു നല്ല ടീം അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച് പണിയെടുത്തു. അവര് കണക്ക് തന്നെ സമാഹരിച്ചു. ആ നിലയിലാണ് അത് കുറച്ച് വൈകിയത് തെറ്റാണല്ലോ. തെറ്റായതുകൊണ്ടല്ലേ പാർട്ടി നടപടിയെടുത്തത്. അത് പാർട്ടിയുടെ ശരിയായിട്ടുള്ള തീരുമാനമല്ലേ. ആ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. എന്തുകൊണ്ട്? സമയത്തിന് കാര്യങ്ങൾ ചെയ്തില്ല. അത് പിന്നീടുള്ള ഒരു പരിശോധനയിൽ പാർട്ടി കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ തിരുത്താൻ ഞങ്ങളുടെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്ക് സാധിക്കും? ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. എന്റെ പാർട്ടിക്ക് അത് സാധിക്കും. ഞങ്ങളുടെയൊക്കെ അത്രയും സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെയൊക്കെ വരവും ജീവിതത്തിന്റെ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് ഓരോ വർഷവും ഓഡിറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് CPI. ഓഡിറ്റില്ലാത്ത ആളല്ല ഞങ്ങളാരും. തോന്നുന്നത് പോലെ പോകുന്ന ആളുകളല്ല. അപ്പോ ഇങ്ങനെ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. സംശയത്തിന് നേരിൽ ആളുകളെ നിർത്തണം എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ എന്നുള്ളത് തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. മധുസൂദനൻ, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാജ രസീതിനെ കുറിച്ചാണ്. കേട്ടാൽ ആർക്കും എളുപ്പത്തിൽ വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു വ്യാജ രസീത് ഉണ്ടാവുക, അത് കൈയോടെ പിടിക്കുക. 8ഓളം വ്യാജ രസീത് കുറ്റികൾ അടിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 2 എണ്ണം ഹാജരാക്കിയെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. 25 ലീഫ്ലെറ്റുകളുള്ള 2 എണ്ണം പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇടത് എന്നെഴുതുന്നതിനകത്ത് ഇടതു എന്നതിൽ വന്നിരിക്കുന്ന ഒരു അക്ഷരത്തെറ്റാണ് യഥാർത്ഥത്തിൽ ഈ വ്യാജ രസീത് കുറ്റി കണ്ടെത്താൻ സഹായിച്ചത്. താങ്കൾ അറിയാതെ അങ്ങനെ ഒരു വ്യാജ രസീത് കുറ്റി പ്രചരിക്കാൻ സാധ്യതയുണ്ടോ? അതൊന്ന്. 2, ബാക്കിയുള്ള 6 രസീത് കുറ്റികൾ എവിടെ? ഒരു രസീത് കുറ്റിയിൽ മാത്രം 23 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവയിൽ എത്രയുണ്ടാവും എന്നുള്ളൊരു ചോദ്യം കൂടി കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനൊരു മറുപടി നൽകാൻ കഴിയുമോ? ഞാൻ കോവിഡ് കഴിഞ്ഞിട്ടാണ്. കോവിഡിൽ വീട്ടിൽ കിടക്കുന്നൊരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പയ്യന്നൂരിൽ മത്സരിക്കേണ്ട കാര്യം പാർട്ടി തീരുമാനിക്കുന്നു. എനിക്കന്ന് പാർട്ടിയുടെ കമ്മിറ്റികൾ പോകാൻ കഴിഞ്ഞിരുന്നില്ല, കോവിഡായി. പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ ഇത് വന്നപ്പോൾ കോവിഡിന്റെ വിശ്രമമൊന്നും പൂർത്തീകരിക്കാതെ തന്നെ രംഗത്തിറങ്ങി. തെരഞ്ഞെടുപ്പിന് ഒരു കമ്മിറ്റിയുണ്ട് പാർട്ടിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ആ കമ്മിറ്റിയിൽ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടല്ലേ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. സീറ്റ് അടിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്ഥാനാർത്ഥി തീരുമാനിക്കുന്ന കാര്യമാണ്. സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമില്ല. പിന്നെ സീറ്റ് മാറ്റിയടിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് ഉത്തരം പറയേണ്ട ഒരു കാര്യമല്ല അത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ടുള്ളൊരു കാര്യമല്ല. അക്ഷരത്തെറ്റ് വന്നു, റെസീറ്റ് മാറ്റിയടിച്ചു. ആ റെസീറ്റിൽ ചില റെസീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഓഫീസ് സെക്രട്ടറി പറഞ്ഞു. അതിന് അദ്ദേഹം ഇതിനെതിരായിട്ട് നടപടി സ്വീകരിച്ചു. ഞങ്ങളാരും എവിടെയെങ്കിലും പോയിട്ട് ഈ പറയുന്ന ഇപ്പോൾ ഡോക്ടർ അരുൺ പറയുമ്പോഴാണ് 23 ലക്ഷം റെസീറ്റിൽ മുറിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരം മനസ്സിലാക്കുന്നത്. ഞങ്ങളാരും അറിഞ്ഞിട്ട് മനസ്സിലാക്കില്ല. ഞങ്ങളൊക്കെ കയ്യിലേക്ക് പൈസ കൊണ്ട് തരുമ്പോൾ സ്വാഭാവികമായിട്ടും റെസീറ്റ് കൊടുത്തിട്ടല്ലാതെ പൈസ വാങ്ങാൻ പറ്റില്ലല്ലോ. എനിക്ക് പൈസ ഞാൻ റെസീറ്റ് കൊടുക്കാതെ വാങ്ങിയിട്ടുണ്ട്. അത് എന്റെ അമ്മയിൽ നിന്നാണ്. ഞാൻ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അമ്മയുടെ പെൻഷൻ തുകയിൽ നിന്ന് എനിക്ക് കെട്ടിവെക്കേണ്ട പൈസ തന്നു. ഞാനത് റെസീറ്റ് കൊടുത്തിട്ടില്ല. അതെന്റെ അമ്മയാണ്. ഞങ്ങളൊന്നും ഒരു നയാ പൈസ പോലും അങ്ങനെ ആരുടെ നിന്നും വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഇത് റെസീറ്റ് എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി അതിൽ റെസീറ്റ് പോരായ്മയുണ്ടെന്ന് കണ്ടെത്തി
മാറ്റിയെടുക്കാൻ ആ കമ്മിറ്റി തീരുമാനിച്ചു, മാറ്റിയടിച്ചു. പാർട്ടി അത് പരിശോധിച്ചു, ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഏതെങ്കിലും നിലക്കൊരു സംശയം അന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് വ്യക്തിപരമായിട്ട് ഞാനുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമേ അല്ല. ഞാൻ ഉറപ്പിച്ചിട്ട് പറയാണ്. അത് പാർട്ടി കൂട്ടായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനത്തിന്റെ ഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല, അത് പാർട്ടി ഓഫീസ് സെക്രട്ടറിയാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ കുഞ്ഞികൃഷ്ണന്റെ ആരോപണം താങ്കളെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടി ഓഫീസ് സെക്രട്ടറിയെ ബലിയാടാക്കി എന്നാണ്. അയാൾക്ക് അങ്ങനെയല്ലാതെ എന്നോടല്ലേ, എന്റെ ചോരക്കല്ലേ കുഞ്ഞുകൃഷ്ണൻ നടക്കുന്നത് ഇപ്പോ കേൾക്കുമ്പോ അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ ഓഫീസിൽ തന്നെ സ്ഥിരമായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് പോകാൻ സാധിക്കുന്ന ഇതാണ്. എന്നെന്തിനാ ഒരു ഓഫീസ് സെക്രട്ടറി രക്ഷപ്പെടുത്തേണ്ടത്? ഞാൻ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ഫണ്ട് റിസീറ്റ് എടുത്തിട്ട് നടന്നിട്ടുള്ള ഒരാളാണ്. സ്ഥാനാർത്ഥിയല്ലേ, ഡോക്ടർ അരുണിന് മനസ്സിലാവില്ല ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്നത് എന്ന്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു മിനിറ്റ് നമുക്ക് സമയം ഉണ്ടാവും. ഈ പയ്യന്നൂർ മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ളൊരു മണ്ഡലമാണ്. ഒരു പശ്ചിമഘട്ടം മുതൽ അറബിക്കടൽ വരെ നീണ്ടുകിടക്കുന്ന ഒരു 100-120 കിലോമീറ്റർ നീളത്തിലും അതുപോലെ വീതിയിലും നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ജനങ്ങളെ കാണാനും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ റെസീറ്റ് എടുത്ത് നടത്തി, ഈ പിരിവ് നടത്തി, ഈ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുനാളൊക്കെ ആളുകളെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റും. കുഞ്ഞീഷൻ കൂടിയുള്ള കമ്മിറ്റിയാണ്, കുഞ്ഞീഷൻ തന്നെ ഉത്തരം പറയേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നാലാമത്തെ ഒരു ആരോപണം, ഈ ബാങ്കിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 20 കോടി രൂപയ്ക്ക് ആ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നേരത്തെയുള്ളതിനേക്കാൾ 4-5 ഇരട്ടി വില കൊടുത്താണ് ആ സ്ഥലം വാങ്ങിയത്. അത് ചതുപ്പ് നിലമായിരുന്നു എന്നുള്ളതാണ്. ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ താങ്കൾക്ക് പങ്കുണ്ടെന്നും താങ്കൾക്ക് ചില റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതുമാണ് ഒരു ആരോപണം. അങ്ങനെ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘവുമായി അടുത്ത സൗഹൃദം താങ്കൾക്കുണ്ടോ? ഒരു അശോകന്റെ പേര് പറയുന്നത് കേട്ടു. സത്യത്തില് കുഞ്ഞികൃഷ്ണനൊരു വലിയ അബദ്ധം, അദ്ദേഹം വലിയ കണക്ക് ശാസ്ത്രജ്ഞനാണെങ്കിലും പറ്റിപ്പോയിട്ടുള്ള ഒരു സന്ദർഭമാണിത് എന്ന് പറയാതെ വയ്യ. കാരണം പയ്യന്നൂർ റൂറൽ ബാങ്കിന് സ്ഥലം എടുക്കുക എന്ന് പറയുന്നത് അവരാലോചിച്ചു, പാർട്ടി ആലോചിച്ചു. ഞാനന്ന് ബാങ്കിന്റെ ഞാൻ ഇതുവരെ ആ ബാങ്കിന്റെ ഭരണസമിതിയിൽ പോലും അംഗമായിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബന്ധപ്പെടുന്ന ഒരാളുമല്ല, അതിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരാളല്ല. അദ്ദേഹം ധരിച്ചു വെച്ചത് ഞാനിതിന്റെ സബ് കമ്മിറ്റി കൺവീനറൊക്കെ ആയിരിക്കും, പാർട്ടിയുടെ ചുമതലക്കാരനായിട്ട്. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ മധു അറിഞ്ഞിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. കിടക്കട്ടെ മധുവിന് ഇതും കൂടി എന്ന് ഉള്ള നിലയിലുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരൊക്കെ ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾ ഈ പറയുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നുള്ളത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാറൊന്നും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതൊക്കെ അന്വേഷിക്കട്ടെ, അതൊക്കെ പുറത്തു വരും. ബാങ്കിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായി അവര് ഡിപ്പാർട്ട്മെന്റിന്റെ ലീഗൽ അഡ്വൈസ് എല്ലാം നടത്തിയിട്ടാണ് ആ ഭൂമി എടുത്തത്. ഞാൻ ഈ ആരോപണം വന്നതിന് തുടർന്ന് എനിക്ക് സംശയമായി, ഞങ്ങളൊക്കെ എന്തെങ്കിലും ചുമതല ഈ ഘട്ടത്തിൽ ഇതിന്റെ കാര്യത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ? പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് പൂർണ്ണമായിട്ടും അത് പരിശോധിച്ചു. വ്യക്തിപരമായിട്ട് ഞങ്ങളൊക്കെ ഇല്ലാതാക്കാൻ, ഈ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ, ശത്രുക്കളുടെ കയ്യിൽ ആയുധമിട്ട് കൊടുക്കാൻ, കേരളത്തിലെ നമ്പർ 1 റൂറൽ ബാങ്കായിട്ടുള്ള ഒരു സ്ഥാപനം, തനിക്ക് ഇതുവരെ ചോറ് തന്നിട്ടുള്ള ഒരു സ്ഥാപനത്തെ നാടിന്റെ മുന്നിൽ അപമാനിക്കാൻ നടത്തിയിട്ടുള്ള പ്രചരണമാണ് യഥാർത്ഥത്തിൽ റൂറൽ ബാങ്കിന്റെ ഭൂമി എടുപ്പിൽ എന്തോ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും ആ ഭൂമി അവിടെയുണ്ട്. നിങ്ങൾക്ക് ഏത് മാധ്യമ പ്രവർത്തകനും റൂറൽ ബാങ്കിൽ പോയാൽ അതിന്റെ മുഴുവൻ ഡോക്യുമെന്റും കിട്ടുമല്ലോ. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള സബ് കമ്മിറ്റിയുടെ കൺവീനറായി താങ്കളായിരുന്നില്ല ഉണ്ടായിരുന്നത്. അത് കുഞ്ഞികൃഷ്ണന് ഒരു തെറ്റിദ്ധാരണയുണ്ടായതാണ്. അന്ന് പകരം സി കൃഷ്ണനോ മറ്റോ ആയിരുന്നു അതിന്റെ സബ് കമ്മിറ്റി കൺവീനർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ താങ്കളുടെ ആ സമയത്ത് ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പദവിയിൽ താങ്കൾ ഉണ്ടായിരുന്നു? ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പദവിയിൽ എന്ന് പറഞ്ഞാൽ പാർട്ടി സംവിധാനത്തിൽ പയ്യന്നൂർ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെയും പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെയും പരിധിയിൽ വരുന്നൊരു ബാങ്കാണ്. അതിന്റെ സബ് കമ്മിറ്റിയിൽ പാർട്ടിയുടെ ചുമതലക്കാരെന്ന നിലക്ക് ഞങ്ങളൊക്കെ അതിൽ അംഗമാകും.
ആ സബ് കമ്മിറ്റി ഗൗരവമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങളൊക്കെ അങ്ങോ നിയമാനുസൃതമായിട്ട് അവർ തീരുമാനിക്കുന്നതിന് എതിരായിട്ട് നിൽക്കേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ബാങ്ക് ക്ലിയർ ഉണ്ടല്ലോ, അവർ ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം കൊടുക്കുമോ? ഇങ്ങനെ ആർക്കെങ്കിലും പോയിട്ട് ഭൂമി ഒരു സഹകരണ സ്ഥാപനത്തിന് ഏറ്റെടുക്കാൻ പറ്റുമോ? വലിയ നിയമവിശാരദനല്ലേ പിന്നെ നമ്മുടെ ഇപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് എനിക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ആളുകൾ. അദ്ദേഹത്തിന് അറിയില്ല എങ്ങനെയാണ് ഭൂമി എടുക്കുക എന്നുള്ളത്. ഒരു സ്ഥാപനം ഈ കാലം മുഴുവനും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരാളല്ലേ. അദ്ദേഹത്തിന് അറിയണ്ടേ എങ്ങനെയാണ് ഭൂമി എടുക്കുക, ആർക്കെങ്കിലും തോന്നിയതുപോലെ ഭൂമി എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയല്ലേ ഓരോ കാര്യങ്ങളും. ഇനിയും വേണമെങ്കിൽ പറയാനുണ്ടാവും എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ. സാമ്പത്തികമായിട്ടാവുമ്പോൾ ആളുകൾ വേഗം തെറ്റിദ്ധരിക്കും, ആളുകൾ വേഗം ആളുകൾ സംശയം വരും. ഞങ്ങളൊക്കെ ഇങ്ങനെ നിവർന്ന് നടക്കുമ്പോൾ ചിലപ്പോൾ പറയാവൂ ഇവരെല്ലാം ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ഞങ്ങളെയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് ചിലപ്പോൾ ഈ ഫണ്ടിന്റെ അതല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്നെ പറയാൻ വേണ്ടി പറ്റും. ശ്രീ മധുസൂദനൻ, മനസ്സിലാക്കണം, ജനറൽ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ 4 ആരോപണങ്ങൾ. ഒന്ന്, ധനരാജ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണം. 2, കെട്ടിട നിർമ്മാണ ഫണ്ട്. 3, ഇലക്ഷൻ കമ്മിറ്റി ഫണ്ട്. 4, ഈ റൂറൽ ബാങ്കിന്റെ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം. ഈ 4 കാര്യങ്ങളിലും പാർട്ടിക്ക് ഉള്ളിൽ കുഞ്ഞികൃഷ്ണന് തോന്നിയതുപോലെ സംശയം മറ്റാരെങ്കിലും പ്രകടിപ്പിക്കുകയോ അവർ ഇതേപോലെയുള്ളൊരു വിമർശനം താങ്കൾക്കെതിരെ ഉന്നയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പാർട്ടിയിൽ ഏരിയ കമ്മിറ്റിയിലാവട്ടെ ജില്ലാ കമ്മിറ്റിയിലാവട്ടെ ഇത് കുഞ്ഞികൃഷ്ണന് മാത്രമാണോ ഈ സംശയങ്ങൾ ഉണ്ടായിരുന്നത്? ആ സംശയങ്ങൾ ഏതെങ്കിലും തവണ രേഖാമൂലം കുഞ്ഞികൃഷ്ണൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ പാർട്ടിക്ക് മുന്നിൽ? പാർട്ടിക്ക് മുന്നിൽ ബാക്കി എല്ലാവരും ഈ സംശയത്തിന്റെ മുന്നിൽ ഞങ്ങളൊക്കെ ഇത് ഒരു വ്യക്തിയല്ലല്ലോ പാർട്ടി. ഡോക്ടർ അരുണിനറിയില്ല CPM എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ നിർവഹിച്ചിട്ട് പോകാൻ പറ്റുമോ? ഈ പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മുന്നിൽ, പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ, പാർട്ടിയുടെ ബന്ധുക്കളുടെ മുന്നിൽ ഒക്കെ ഉത്തരം പറയേണ്ടവരല്ലേ ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും നിലക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ആര് സംരക്ഷിക്കും? ഈ പാർട്ടി സംരക്ഷിക്കുമോ? ആ ഉറപ്പുള്ള ഒരാളാണ് ഞാൻ വളരെ സ്കൂൾ കുട്ടിയായിരിക്കുമ്പോൾ ബാലസംഘത്ത് തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇങ്ങനെ പൊട്ടി വീണ ഒരാളല്ല. ഞാൻ ബാലസംഘത്തിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അടിയന്തരാവസര ഘട്ടത്തിൽ. SFIയുടെ ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, DYFയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട്, ജില്ലാ സെക്രട്ടറി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ആയിട്ടാണ് ഇന്ന് ജില്ലാ സെക്രട്ടറിയുടെ അംഗമായിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഈ കാലം മുഴുവനും ഈ പാർട്ടിയോടൊപ്പം ജീവിച്ച് പോയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളൊക്കെ ഈ നാടിന് മുമ്പിലും പാർട്ടിയുടെ മുമ്പിലും കൃത്യമായിട്ട് പല പാർട്ടിക്കൊക്കെ ഉള്ളത് വ്യക്തിപരമായിട്ടുള്ള ചിലപ്പോൾ അഭിപ്രായ ഭേദങ്ങളോ കാര്യങ്ങളൊക്കെ സ്വാഭാവികമല്ലേ, മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. അതിനപ്പുറത്തേക്ക് കടന്ന് ഞങ്ങളൊന്നും ഏതെങ്കിലും നിലയിൽ ഇത്തരമൊരു കാര്യത്തിൽ സംശയത്തിന്റെ നിഴലിലാണ് എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒന്ന് പറയുക എന്ന് പറയുന്നത് തന്നെ ഏത് ഉദ്ദേശത്തിലാണ്? പാർട്ടി നന്നാക്കാനാണ്, ഒരു വ്യക്തിയെ ഇല്ലാതാക്കാനാണ്? ഇതല്ലേ പറയേണ്ടത്? ഇത്രയും ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞില്ല, ഇത്രയും സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു കേരളത്തിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃത്വത്തെ മുഴുവനും സംശയത്തിന് നിഴലിൽ നിർത്തുന്ന രീതിയിൽ പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? എതിരാളികൾക്ക് ആയുധമെടുത്ത് കൊടുക്കുക എന്നുള്ളതല്ലേ? ഈ പാർട്ടി നശിപ്പിക്കാനല്ലേ? ഇതൊരു വ്യക്തിക്കെതിരായിട്ടുള്ള യുദ്ധം പോലെ തുടങ്ങി പാർട്ടിയെ ആകെ നശിപ്പിക്കാനുള്ള നീക്കമല്ലേ? എന്താ ഉദ്ദേശം? ശ്രീ മധുസൂദനൻ, എന്തിനാണ് 73 വയസ്സ് പിന്നിട്ട അരനൂറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവമായിരുന്ന കുഞ്ഞികൃഷ്ണൻ മധുസൂദന്റെ ചോര? തീർച്ചയായിട്ടും അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. മധുസൂദന്റെ ചോര എന്തിനാണ്? ഞങ്ങളൊക്കെ നിലപാടെടുക്കുന്ന ആളുകളെ പാർട്ടിക്കുള്ളിൽ. അതിന്റെ ഫലമായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും ഓരോ കാര്യം വരുമ്പോൾ ശക്തമായിട്ടുള്ള ഇതുണ്ടാവും. കുഞ്ഞികൃഷ്ണൻ, ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്റെ മുന്നിൽ കുഞ്ഞികൃഷ്ണൻ വരുന്നു പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് വരും, ഒരു കാര്യം പറഞ്ഞിട്ട് വരുന്നു. ഞാനിപ്പോൾ ഓർമ്മിക്കേണ്ടത് അത് 2010-ലാണ്. ഞാനതിനിടെ റൂറൽ ബാങ്കുകാരോട് ചോദിച്ചു, കുഞ്ഞികൃഷ്ണൻ സഖാവ് എപ്പോഴാണ് റിട്ടയർ ആയത്? കുഞ്ഞികൃഷ്ണൻ സഖാവ് 2010 ഫെബ്രുവരി 28-ന് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്കെ വരുന്നത് മാർച്ച് മാസമാണ്. 2010 മെയ് മാസം 17-നാണ് സെൻട്രൽ ഗവൺമെന്റ് ഗ്രാറ്റുവിറ്റി അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവരുന്നത്. കുഞ്ഞികൃഷ്ണൻ പിരിയുമ്പോൾ ഗ്രാറ്റുവിറ്റി നിയമപ്രകാരം അദ്ദേഹത്തിന് 3 ലക്ഷത്തിൽ താഴെ രൂപ മാത്രമേ കിട്ടുമായിരുന്നു.
ഇത് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അറിയുന്നത്, എനിക്കറിയില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് ഗ്രാറ്റുവിറ്റി ഒന്നുമില്ലല്ലോ. എന്നോട് കുഞ്ഞീഷൻ വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഇത് അമെൻമെന്റ് വന്നിട്ടുണ്ട്, മെയ് മാസമാണ്. ഇപ്പോൾ പിരിയുന്നുള്ള ആൾക്ക് ഒരു 10-20 ലക്ഷത്തിലധികം രൂപ കിട്ടും. ഞാൻ 28-ന് പിരിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഇത് കിട്ടണം, കാരണം ഞാൻ ഇത്രയും കാലം ഈ ബാങ്ക് പണിയെടുത്തല്ലേ, എനിക്ക് ആ പൈസ കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കിട്ടേണ്ടത് യഥാർത്ഥ നിയമപ്രകാരം കിട്ടേണ്ടതാണെങ്കിൽ വാങ്ങിക്കുന്നതിന് പിന്നെ എന്താ സംശയമുള്ളത്, വാങ്ങിക്കാലോ. ഇല്ല, അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ അമെൻമെന്റ് വന്ന് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിയമപ്രകാരം അത് അങ്ങനെ വരില്ല. അതുകൊണ്ട് പാർട്ടി എന്ന നിലക്ക് പറഞ്ഞ് ബോർഡിനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സഹകരണ നിയമത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ട് ഉള്ള അതിന്റെ എല്ലാ ഗവൺമെന്റ് ഓർഡറും സമാഹരിച്ചൊരു പുസ്തകമാക്കിയിട്ട് എല്ലാ സ്ഥാപനങ്ങളും കൊണ്ടും അത് ഒരു പുസ്തകമാക്കി നൽകിയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഇതിന്റെ നിയമവശം തികച്ചും അറിയാം, എനിക്കറിയില്ല. ഗ്രാറ്റുവിറ്റി നിയമപ്രകാരം നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടുന്നതിന് ഒരു തരത്തിലും ഞാനെതിരായിട്ട് നിൽക്കില്ല. കുഞ്ഞിഷേട്ടൻ, ഞാൻ അദ്ദേഹത്തെ കുഞ്ഞിഷേട്ടൻ, ഞാൻ കുഞ്ഞിഷേട്ടൻ, ഞാനതിനെതിരായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ അവകാശപ്പെട്ടതല്ലേ. പക്ഷെ ഇത് നിയമപ്രകാരം സാധിക്കുമോ? നിങ്ങൾ പിന്നെ 28-ന് പിരിയുന്നു, ഫെബ്രുവരി 28-ന് പിരിയുന്നു, മെയ് മാസം 17-ന് അമെൻമെന്റ് ആക്ട് വരുന്നു, അതിൽ ഇങ്ങനെ ആനുകൂല്യം കൂടുതൽ കിട്ടുന്ന ഒരു നില ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. അത് എനിക്ക് പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി ഞാൻ റിട്ടയർ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കിട്ടണം എന്ന് പറയുമ്പോൾ അത് കിട്ടുമോ? അത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉന്നയിക്കാൻ തുടങ്ങില്ലേ, അത് വലിയ പ്രശ്നമായിരിക്കില്ലേ? ഇപ്പൊ നിയമപരമായിട്ട് സാധ്യതയില്ലല്ലോ അതിൽ. പിന്നെ ഞാനെങ്ങനെയാ ബാങ്കുകാരോട് പറയാ ഇത് നിങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നുള്ളത്? അത് ശരിയല്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിനും ഭയങ്കര ഇതായി. ഇദ്ദേഹം പിന്നെ അവസാനം എന്നോട് തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കോടതിയിൽ പോകാൻ അനുമതി തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ KCUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ളവരാണ്, CPMന്റെ ഏരിയ കമ്മിറ്റിയാണ്, ദീർഘകാലമായിട്ട് റൂറൽ ബാങ്കിൽ ജീവനക്കാരനായിട്ടുള്ള ഒരാൾ, സെക്രട്ടറി ആയിട്ട് പിരിഞ്ഞിട്ടുള്ള ഒരാൾ. നിങ്ങളിങ്ങനെ പോകുമ്പോൾ അത് നൽകുന്നൊരു സന്ദേശം എന്തായിരിക്കും? നല്ല സന്ദേശമായിരിക്കും. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തോളൂ, ഈ സമയത്തോ അതിനു മുമ്പോ റിട്ടയർ ചെയ്തിട്ട് ആരെങ്കിലും കോടതിയിൽ പോയി അനുകൂലമായിട്ടൊരു വിധി വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടപ്പിലാക്കി കിട്ടാനുള്ള അവകാശമുണ്ട് എന്നുള്ള നിലയിൽ നമുക്കത് പറഞ്ഞു തന്നേമാണെങ്കിൽ ചെയ്തു തരാം. അതല്ലാതെ നിങ്ങൾ പോകുന്നത് ഒരു ശരിയല്ല. അദ്ദേഹം റൂറൽ ബാങ്കിന്റെ ബോർഡിന് ഈ ആവശ്യം എഴുതി കൊടുത്തു. ഇന്ന് PV കുഞ്ഞപ്പനായിരുന്നു ആ ബോർഡിന്റെ പ്രസിഡന്റ്. അവരാലോചിച്ചു, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ലീഗലായിട്ട് അവർ പറഞ്ഞു സാധിക്കില്ലല്ലോ, അത് പിന്നീട് ബാങ്കിന് ബാധ്യതയായിട്ട് അതല്ലെങ്കിൽ വലിയ രീതിയിൽ അത് നിയമപ്രശ്നമായിട്ട് വരില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടില്ല, കൊടുക്കാൻ പറ്റില്ല. അവരത് തള്ളിക്കളഞ്ഞു. അദ്ദേഹം നിയമപരമായിട്ട് നടപടികളിലേക്ക് പോയി. അദ്ദേഹത്തിന് ആ പൈസ കിട്ടിയില്ല. യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക കാര്യം ഇത്രയും ഇദ്ദേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് എന്നോടൊക്കെ ഇങ്ങനെ ശത്രുതയായിട്ട് കൊണ്ടു നടക്കുന്നൊന്നും ഞങ്ങൾ ധരിക്കുന്നില്ല. കുഞ്ഞേഷ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ വളരെ ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റ്, അദ്ദേഹം സഹകരണത്തിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന ഒരാൾ. അദ്ദേഹം നിരന്തരമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നു, പല രീതിയിലുള്ള സംവിധാനവും സഹകരണ മേഖല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്നു. ഞാൻ റൂറൽ ബാങ്കിലെ ഒരു ജീവനക്കാരനോട് ചോദിച്ചു, അയാൾ ഇനി 6 കൊല്ലം റിട്ടയർ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് അത്ര ലീവ് ഇനിയിപ്പോൾ ബാക്കിയുണ്ട്? അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞു, അദ്ദേഹം എൻ്റെ ജൂനിയർ 70 ലീവുണ്ട്, അതുകൊണ്ട് എനിക്ക് സറണ്ടർ ചെയ്യാൻ ഇപ്പോൾ ഇനി കുറെ കൂടി കഴിയുമ്പോൾ ആ ലീവും കൂടി ഇല്ലാതാണ്. കുഞ്ഞീഷൻ സഖാവ് 280 ലീവ് സറണ്ടർ ചെയ്തിട്ട് ഏതാണ്ട് 4.5 ലക്ഷത്തോളം രൂപ കയ്യിൽ വാങ്ങിയിട്ടൊരു മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതാണ് സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. ഞങ്ങളാരെങ്കിലും എതിരായിട്ട് പറഞ്ഞു അദ്ദേഹം വാങ്ങിച്ചതിനെതിരായിട്ട്? ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ആ ബാങ്കിൽ നിന്ന് അവർ പറയുന്നുണ്ടല്ലോ, ഇദ്ദേഹം ഇങ്ങനെയെല്ലാം ചെയ്യുന്നു, എന്നിട്ടും അദ്ദേഹത്തിന് ഇത്രയും ലീവ് വിറ്റിട്ട് പൈസ വാങ്ങാൻ വേണ്ടി പറ്റുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഞാനൊരു സാമ്പത്തിക ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. ഇതൊക്കെ വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ലേ? ഇദ്ദേഹത്തിന് എന്തിനാ വിരോധം? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ്. പിന്നെ ഞാൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ ഏരിയ സമ്മേളനത്തിൽ പുതിയ കമ്മിറ്റി വന്നു, ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുക്കണം. എന്നോട് അന്നത്തെ പാർട്ടി ജില്ലാ നേതൃത്വം പറഞ്ഞു, ആര് ഏരിയ സെക്രട്ടറി ആയിട്ട് വരണം? സ്വാഭാവികമായിട്ട് പിരിയുന്ന ഒരു ഏരിയ സെക്രട്ടറിയാണ് പേര് നിർദ്ദേശിക്കേണ്ട ഒരാൾ. എന്നോട് പറഞ്ഞു, നിങ്ങൾ KP മധു SFBയുടെ ഏരിയ സെക്രട്ടറി, ACയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞോളൂ, ഒരു പുതിയ തലമുറക്കാരൻ വരട്ടെ. പാർട്ടിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഞാൻ ആ പേര് വെച്ചു. അന്നേരം കുഞ്ഞീഷനെതിരായിട്ട് മത്സരിച്ചു.
കുഞ്ഞുകൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിന്നെ അദ്ദേഹത്തിന് പരാജയപ്പെട്ടു. മധു സെക്രട്ടറി ആയിട്ട് വന്നു. സ്വാഭാവികമായിട്ടും ഞാനാണല്ലോ കുഞ്ഞുകൃഷ്ണന്റെ പിന്നെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ഒരു നിർദ്ദേശമായിട്ട് മധുവിന്റെ പേര് വരുന്നത്. ഞാനത് എന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി ഒരു കൂട്ടായ്മയല്ലേ, കൂട്ടായിട്ട് പോകുന്ന കാര്യമല്ലേ. അദ്ദേഹത്തിന് വിരോധം ഇരട്ടിക്കുന്നതിന് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അദ്ദേഹം പോയിട്ട് ഏരിയ സെക്രട്ടറി ആയിട്ട് മധുവിനെതിരായിട്ട് നടപടി വന്നപ്പോൾ ഏരിയ സെക്രട്ടറി ആയിട്ട് വന്നു. ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? നേരത്തെ മത്സരിച്ച് പരാജയപ്പെട്ടതല്ലേ. കുഞ്ഞുകൃഷ്ണൻ വരട്ടെ, ഞാനെതിരായിട്ട് നിന്നോ? ഒരു വാക്ക് പറഞ്ഞു. കുഞ്ഞുകൃഷ്ണൻ വന്നോട്ടെ എന്നാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഞങ്ങളെതിരായിട്ട് നിന്നോ? അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പിന്നീട് ജില്ലാ സമ്മേളനം തെരഞ്ഞെടുക്കപ്പെട്ടു. ഞങ്ങൾക്ക് അതിനോടൊക്കെ യോജിപ്പായിരുന്നു. കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കട്ടെ. അതിനെന്താ ഇപ്പൊ ആർക്കുള്ളത്? ആരെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരാളുടെ രാഷ്ട്രീയ ഇതിനെ ഇതാക്കാൻ വേണ്ടി പറ്റുമോ? എന്തിനാ ഇങ്ങനെ ഈ മസൂർ, അങ്ങ് കരുതുന്നുണ്ടോ കുഞ്ഞികൃഷ്ണൻ ഈ തവണ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ ചെയർപേഴ്സണായ ഒരു സ്ഥാനം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയോ അങ്ങനെ ഒരു ആഗ്രഹമോ മറ്റോ ഉണ്ടായിരുന്നു? താങ്കൾ പറഞ്ഞ ഗ്രാറ്റുവിറ്റിയുടെ ഫണ്ട് ഈ ഭേദഗതിക്ക് ശേഷം തനിക്ക് കൂടി ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിനു വേണ്ടി താങ്കളെ സമീപിക്കുന്നു. അതിൽ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി കേസിന് പോകുന്നു. ഈ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതിൽ KP മാധുവിനെ താങ്കൾ പേര് നിർദ്ദേശിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കുഞ്ഞികൃഷ്ണൻ തോക്കുന്നു. ഇതുകൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? അങ്ങനെ ഒരു മോഹം ഉള്ളതുകൊണ്ട് ആ മോഹം നടക്കാതെ പോയതിന്റെ ഒരു വിഷമം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ആരോപണമൊന്നും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഡോക്ടർ അരുൺ. അത് എന്നെപ്പോലത്തെ ഒരു പാർട്ടി പ്രവർത്തകന് ചേരുന്നൊരു കാര്യമല്ല. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ ഒരു ആശയവിനിമയം ഒന്നും ഞങ്ങൾ ആരോഗ്യമായിട്ട് നടത്താറില്ലല്ലോ. അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു തരത്തിലും ഞാൻ ഈ കുഞ്ഞുകൃഷ്ണനെ കുറിച്ചിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ താങ്കൾ MLA ആയത് മുതലോ അല്ലെങ്കിൽ 2016 മുതൽ ആരോപണങ്ങൾ ഉയരുന്ന നാൾ മുതൽ ഇന്നുവരെ താങ്കളുടെ ആസ്തിയിൽ എന്തെങ്കിലും ക്രമാതീതമായൊരു വർധനമുണ്ടായിട്ടുണ്ടോ? ലക്ഷങ്ങളാണ് താങ്കളുടെ പേരിൽ ആരോപിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അക്കൌണ്ടിൽ കഴിഞ്ഞ MLA സ്ഥാനത്ത് കൊടുത്തതിനേക്കാൾ വലിയ തുക വർധനമുണ്ടാവണം. താങ്കളുടെ ഭാര്യ ഒരു GST വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥയാണ്, ഗസറ്റഡ് ഉദ്യോഗസ്ഥയാണ്. 1.5 ലക്ഷത്തിലധികം ശമ്പളമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊഴിച്ചു നിർത്തിയാൽ താങ്കളുടെ വസ്തുക്കളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളിൽ വലിയ വർധനമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ വർധനവ് വന്നിട്ടുണ്ടോ? ഞാൻ പിന്നെ ഡോക്ടർ അരുൺ, നിങ്ങൾ ഒരു വളരെ ഇതായിട്ടുള്ള ഒരു പിന്നെ മാധ്യമപ്രവർത്തകരാണ്. നിരന്തരമായി കാര്യങ്ങൾ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീമിനെ നിയോഗിക്കാം. ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ ജീവിക്കാൻ പാടില്ലല്ലോ അനധികൃതമായിട്ട് പണം സമ്പാദിച്ചിട്ട്. 1 രൂപ എന്തെങ്കിലും നഷ്ടം വന്നതല്ലാതെ 1 രൂപ എന്റെ ആസ്തിയിലോ എന്റെ കാര്യങ്ങളിലോ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എവിടെയെങ്കിലും ഒരു നയാ പൈസ എനിക്ക് ഏതെങ്കിലും നിലക്ക് പണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയ ജീവിതം ഈ നാടിന് മുന്നിൽ ഇതുപോലെ വന്ന് നിന്ന് ഡോക്ടർ അരുണിന് മുമ്പിൽ ഞാൻ പറയും, ഞാൻ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ ഒരു സാമൂഹ്യ ജീവിയായിട്ടോ നിൽക്കാൻ യോഗ്യതയില്ലാത്തവനാണ് എന്ന് ഞാൻ പറയും. അതിന്റെ ധൈര്യം, അതിന്റെ നെഞ്ചുറപ്പ് എനിക്കുണ്ട്. എല്ലാവരുടെയും പിന്നെ വരുമാന സ്രോതസ്സൊക്കെ പരിശോധിച്ചോളൂ. ഞാൻ എന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു 10 പൈസ വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു പൈസയും എന്റെ കുടുംബത്തിന്, നിങ്ങൾക്കറിയാം എനിക്ക് പിന്നെ സഹോദരങ്ങളുണ്ട്. എന്റെ ഒരു അനിയൻ ഒരു പണിയുമില്ലാതെ ഒരു ഇതുമില്ലാതെ എന്നോട് ചിലപ്പോൾ അവന് പിന്നെ പ്രതിഷേധം തോന്നിക്കൂടായികയില്ല. അവനെന്ന് വിചാരിക്കും ഏട്ടൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാനത്ത് നിന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി എനിക്ക് പിന്നെ വാങ്ങിച്ച് തന്നുകൂടെ? എന്റെ കുടുംബത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ പാർട്ടിയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഞങ്ങളൊരു കുറച്ചിടത്തരം ഒരു കൃഷിക്കാരും അച്ഛനൊരു റെയിൽവേ ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ടുള്ളത്. ഇപ്പം എന്റെ ഭാര്യ പിന്നെ ജീവനക്കാരിയാണ്. എന്റെ അനുജൻ ഇന്ത്യൻ ബാങ്കിലെ ഡെപ്യൂട്ടി ഇതായിട്ടും ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്റെ അനുജത്തി ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തിട്ടുള്ളവരാണ്. അവരൊക്കെ ആ നിലയിൽ പോയിട്ടുള്ളവരാണ്. ഞാനൊരു പാർട്ടിയുടെയും ഏതെങ്കിലും നിലക്ക് ഒരു പ്രത്യേക പരിഗണന കിട്ടേണ്ട നിലയിൽ പാർട്ടിയുടെ മുമ്പിൽ നിന്നിട്ടുള്ള ഒരാളാണ്. കാരണം എന്നേക്കാളും വളരെ ന്യായമായിട്ടും പരിഗണിക്കപ്പെടേണ്ട എത്രയോ ആളുണ്ട്. ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അങ്ങനെ എന്റെ ഒരു ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ വിഷമം കണ്ട് അതിനെ
ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുള്ള, അല്ലാതെ ഒരു നയാ പൈസ അധികമായിട്ടുള്ള വരുമാനത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ സന്നദ്ധമായാൽ ഞാനത് വെല്ലുവിളിയായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ വെല്ലുവിളി തന്നെയാണ്. എനിക്കതിന് നല്ല നെഞ്ചുറപ്പുണ്ട്, നല്ല ധൈര്യമുണ്ട്. ആ ധൈര്യം എല്ലാവരും കാണിക്കുമെന്നുള്ളത് ഞാൻ ചോദിക്കുന്നൊന്നുമില്ല, പക്ഷെ പറയട്ടെ. ഇപ്പൊ നമുക്ക് പറയാലോ, ഈ വിവാദങ്ങൾക്ക് ശേഷം ഒരു സംശയത്തിന്റെയും ഈ കുഞ്ഞിക്കൃഷ്ണേട്ടനുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, അഥവാ അങ്ങനെ സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ കുഞ്ഞിക്കൃഷ്ണേട്ടൻ. എന്താണ് കുഞ്ഞിക്കൃഷ്ണേട്ടനോട് മധുസൂദന് പറയാനുള്ളത്? ഞാൻ അദ്ദേഹത്തോട്, അദ്ദേഹം തന്നെ വളരെ മുതിർന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ കുഞ്ഞികൃഷ്ണേട്ടൻ തന്നെയാണ് വിളിക്കാറ്. ഞാൻ യുവജന പ്രസ്ഥാനത്തിലുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എന്നെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിനും അറിയാം ഞാനൊന്നും ഇതൊന്നും ഒരു കക്ഷിയൊന്നും ആയിരിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇത് പയ്യന്നൂരിൽ നടക്കും എന്നുള്ളൊരു വിശ്വാസമില്ല. അദ്ദേഹത്തിന് ഈ നിലയിലുള്ള പല രീതിയിലുള്ള വികാരം ചിലപ്പോൾ വ്യക്തിപരമായിട്ടുണ്ടാവും. അതിന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകളുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. അതിൽ പിന്നെ ആടെയൊന്നും ഞാൻ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതൊന്നും ആരും അന്വേഷിക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ, ആരും വിശുദ്ധനായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. അദ്ദേഹത്തോടും എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട നിലയിലുള്ള സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല. എന്തിനാണ് എന്നുള്ള ചോദ്യം, ഈ പാർട്ടി എന്തിനാണ് ഇങ്ങനെ വെട്ടിലാഴ്ത്തുന്നത്, എന്തിനാണ് ഈ പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം നശിപ്പിക്കുന്നത്? എത്രമാത്രം നിങ്ങൾ ആലോചിക്കണം, ഈ പയ്യന്നൂർ എന്ന് പറയുന്ന നാട് എത്രമാത്രം പ്രത്യേകതകളുള്ളൊരു നാടാണ്. 21 രക്തസാക്ഷികളുണ്ട് പയ്യന്നൂർ, ഈ മണ്ഡലം 21 പേർ. കർഷക പോരാട്ടത്തിന്റെ കാലം മുതൽ ഈ പുതിയ കാലത്ത് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടന്നിട്ടുള്ളത്. ഈ കേരളത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റ് വെട്ടിക്കേറി കശാപ്പ് ചെയ്യപ്പെട്ടത് പയ്യന്നൂരിലാണ്. രാമന്തലി പഞ്ചായത്ത് പ്രസിഡന്റ് 48ാമത്തെ വയസ്സിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവായിരുന്ന OK കുഞ്ഞിക്കണ്ണൻ. ആ നാട്ടിലാണ് ധനരാജ്. അതിനോട് ചേർന്നിട്ടാണ് അവിടെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേസുകൾ ചുമട്ടുതൊഴിലാളിയായിരുന്ന. ഇപ്പോൾ എത്ര കേസുകളുണ്ട് താങ്കൾക്ക് ഈ പാർട്ടി പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ? ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയുന്നത് ശരിയല്ല, കാരണം കോടതിയിലൊക്കെ ഉള്ളൊരു കാര്യമില്ല. UAPA കേസ് എന്ന് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളൊരു കേസ്, വലിയ നിലയിൽ വേട്ടയാടിയിട്ടുള്ളൊരു കേസ്. അതിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. 100-120 കിലോമീറ്റർ അപ്പുറത്ത് നടന്നിട്ടുള്ളൊരു കാര്യത്തിലാണ് എന്നെ പ്രതിയാക്കിയത്. നിങ്ങൾക്കറിയാം, P. ജയരാജൻ ഉൾപ്പെടെയുള്ളവർ അന്ന് തലശ്ശേരി കോടതിയിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് ജാമ്യം കിട്ടിയത് എനിക്കാണ്. UAPA കേസ് ഒരു തരത്തിലും CBI വിടില്ലായിരുന്നു. അവരതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തി. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ജയിലിലായിരിക്കും ഉണ്ടായിരുന്നു. ആ കേസിൽ എനിക്ക് ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു ഈ കാലം മുഴുവൻ. അതുപോലെ നിരവധിയായിട്ടുള്ള കേസ്. ഞാൻ ജയിലിൽ കാണാത്ത ഒരാളല്ല, പലരെയും പോലെ. ഒരു കൊലക്കേസിൽ എന്നെ പ്രതിയാക്കി, മനസ്സിലായി, ഞാൻ ഉൾപ്പെടെയുള്ളവരെ 100 പേജ് ജയിലിൽ കടക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഞാൻ അതിന്റെ മാത്രമല്ല, ഈ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് താൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കേസിന്റെ എണ്ണം പറഞ്ഞ് പൊതുസമൂഹത്തിൽ സത്യസന്ധത തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് ഇനി കടക്കുന്നില്ല. പക്ഷെ നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ 100 പേജുള്ള നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം വരാൻ പോവുകയാണ്. ആ പുസ്തകത്തിൽ ഒരു ബോംബുണ്ട് എന്നാണ് രാകേഷ് പറഞ്ഞതായി കുഞ്ഞിക്കൃഷ്ണേട്ടൻ പറയുന്നത്. ആ ബോംബിനെ ഭയക്കുന്നുണ്ടോ ശ്രീ മധുസൂദനൻ? പുസ്തകമൊക്കെ വരട്ടെ, പുസ്തകമൊക്കെ നമുക്ക് വായിക്കാലോ. വായിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അത് രേഖപ്പെടുത്തുന്ന ചരിത്രമല്ലേ, വരട്ടെ. ഇങ്ങനെ എന്തെല്ലാം പുസ്തകം പാർട്ടി നേതൃത്വത്തിനും പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങളെ ഒരു രീതിയിലും കൂസലില്ല. ഈ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പുതിയ ബോംബുണ്ടെങ്കിൽ വന്നോട്ടെ. ബോംബെല്ലാം പൊട്ടിക്കാൻ പറ്റുന്ന ആളുകൾ കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാം കൂടി പൊട്ടിക്കട്ടെ, പുസ്തകമൊക്കെ വരട്ടെ. പുസ്തകമൊക്കെ നല്ലത് തന്നെയാണ്, കാരണം ഒരാൾ എന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ. അദ്ദേഹത്തെ പറ്റിക്കൂടി അദ്ദേഹത്തിന്റെ സേവനവും അതേ ഈ പാർട്ടിക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ആ പുസ്തകത്തിൽ ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തെ കൂടി മനസ്സിലാക്കാമല്ലോ നമുക്ക്, അദ്ദേഹത്തിന്റെ രേഖകൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഈ ധനരാജിന്റെ ഭാര്യ സജിതയുടെയും മക്കളുടെയും മുന്നിൽ പോയി നിൽക്കുമ്പോൾ ആത്മവിശ്വാസം അല്പം പോലും നഷ്ടപ്പെടില്ലല്ലോ ശ്രീ മധുസൂദനൻ, അല്ലേ? ഒരു തരത്തിലുമില്ല. ആ കുടുംബം എന്റെ കുടുംബമാണ്. ഞാനൊരു 5 ദിവസം മുമ്പും
അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കതില് അവരൊക്കെ ഇങ്ങനെ ഇതിപ്പോ ഡോക്ടർ അരുൺ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമുണ്ട്. അവരെ ഇങ്ങനെ ഞങ്ങളില്ലേ ഇവിടെ, ഞങ്ങൾ ജീവിക്കല്ലേ, ഞങ്ങൾ എന്തിനാ ഇങ്ങനെ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം തീർച്ചയായിട്ടും സജിനി ഏത് കാര്യത്തിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. സജിനി ഞങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകയാണ്. എന്തിനാണ് ആ കുടുംബത്തിൽ ഇങ്ങനെ വേട്ടയാടുന്നത് നിരന്തരമായി? ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവനെ കൊന്നു, പിന്നെയും പിന്നെയും ഒരു കുടുംബത്തെ എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്നത്? ചെയ്യരുത് എന്ന് മാത്രമാണ് ഈ ഉന്നയിക്കുന്നവരോട് പറയാനുള്ളത്. ഇത് ചെയ്യരുത്. താങ്ക് യു ശ്രീ മധുസൂദനൻ. ഏറെക്കുറെ ഒരു മണിക്കൂറിലധികമായി താങ്കൾ വിശദീകരിക്കാൻ ഈ സമയമെടുത്തു. നിർഭാഗ്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് സ്വന്തം പാർട്ടിയിലെ നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷേയെങ്കിലും താങ്കൾ പ്രതികരിച്ചതിന് നന്ദി. കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു ശ്രീ മധുസൂദനൻ. പ്രിയപ്പെട്ടവരെ, മധുസൂദനൻ പ്രതികരിക്കുകയായിരുന്നു. ടി മധുസൂദനൻ MLA ഇതാദ്യമായിട്ടാണ് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങളോട് എല്ലാ വിഷയങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചു. ഇലക്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം, ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണ ഫണ്ടിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണത്തിനുള്ള മറുപടി, ധനരാജ് രക്തസാക്ഷി ഫണ്ട് തിരിമറി നടന്നു എന്നുള്ള ആരോപണത്തിനുള്ള മറുപടി, റൂറൽ ബാങ്കിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറുപടി, എല്ലാത്തിനും ശ്രീ മധുസൂദനൻ വിശദീകരണം നൽകി കഴിഞ്ഞു. ഇനി പുസ്തകം വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 9:09 ആയിരിക്കുന്നു. നമുക്ക് നിയമസഭയിലേക്ക് ഒന്ന് പോകണം. നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. അതിനു മുമ്പ് ഈ മണിക്കൂറിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നോക്കാം. ഇതുവരെ സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും പ്രധാന തലക്കെട്ടുകൾ. ടോപ്പ് ഹെഡ്ലൈൻസ്. പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾക്ക് മറുപടിയുമായി TA മധുസൂദനൻ MLA. ധനരാജ് രക്തസാക്ഷി ഫണ്ട് സമാഹരിക്കാൻ തീരുമാനിച്ചത് വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെട്ട കമ്മിറ്റി. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. നിങ്ങളെ ആലോചിച്ച് നോക്കണം, കുടുംബത്തെ എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്നത്? ആ കേസിന് എന്തിനാ ഇങ്ങനെ ദുർബലപ്പെടുത്തുന്നത്? കണക്കുകൊണ്ട് പല ആളുകൾക്കും കളിക്കാം, ജീവിതം കൊണ്ട് കളിക്കരുത്. ആ ജീവിതം കൊണ്ടുള്ള കളിയാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ക്രൂരമാണ്! ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, ആ കുടുംബത്തെ സ്വന്തം പോലെ കാണുന്ന ഈ പാർട്ടി പ്രവർത്തകരെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? കേസിനെ ദുർബലപ്പെടുത്തുന്ന നടപടി ക്രൂരമെന്നും കുടുംബത്തെ വേട്ടയാടുന്നത് എന്തിനെന്നും TA മധുസൂദനൻ റിപ്പോർട്ടറിനോട്. വി കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധങ്ങൾ തള്ളി ജില്ലാ നേതൃത്വം. MLA ഓഫീസിലേക്ക് ഇന്ന് BJP മാർച്ച്. സംസ്ഥാന ബജറ്റ് നാളെ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച് കേരളം. എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ബജറ്റാകുമെന്ന് ധനമന്ത്രി. ഇലക്ഷൻ ബമ്പർ ബജറ്റ് ഇടതുപക്ഷ രീതിയല്ല. ഇലക്ഷൻ ബമ്പർ സാധാരണ അങ്ങനെ ബമ്പർ വാരിക്കോരി പറയുന്നവരല്ല